എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ശുഭസായാഹ്നം, സുസ്വാഗതം. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണുഃ ഗുരുർദേവോ മഹേശ്വരഃ ഗുരുഃ സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. നാരായണം പത്മഭുവം വസിഷ്ഠം ശക്തിം ച തത്പുത്രപരാശരം ച വ്യാസം സുഖം ഗൗഡപദം മഹാന്തം ഗോവിന്ദയോഗീന്ദ്രമദാസ്യ ശിഷ്യം ശ്രീശങ്കരാചാര്യമദാസ്യ പത്മപാദം ച ഹസ്താമലകം ച ശിഷ്യം തം ത്രോടകം വാർത്തികകാരം അന്യാൻ അസ്മദ്ഗുരൂൻ സന്തതമാനതോസ്മി. ബ്രഹ്മാനന്ദം പരമസുഖദം കേവലം ജ്ഞാനമൂർത്തിം ദ്വന്ദ്വാതീതം ഗഗനസദൃശം തത്വമസ്യാദിലക്ഷ്യം ഏകം നിത്യം വിമലമചലം സർവധീ സാക്ഷിഭൂതം ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരും തം നമാമി. ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരും തം നമാമി. ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണി നമോസ്തുതേ. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നമഃ പങ്കജനാഭായ നമഃ പങ്കജമാലിനേ നമഃ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഗ്രജേ. പീതാംബരം കരവിരാജിതശംഖചക്രകൗമോദഗീ സരസിജം
വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം ശ്രുതിസ്മൃതിപുരാണാനാം ആലയം കരുണാലയം നമാമി ഭഗവത്പാദം ശങ്കരം ലോകശങ്കരം. ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ. ഈശ്വരോ ഗുരുരാത്മേതി മൂർത്തിഭേദവിഭാഗിനി വ്യോമവദ്വ്യാപ്തദേഹായ ദക്ഷിണാമൂർത്തയേ നമഃ. ഓം ശ്രീ ഗണേശായ നമഃ. ഓം ശ്രീ സരസ്വത്यै നമഃ. ശ്രീ ഗുരുഭ്യോ നമഃ. നമഃ ശിവായ. ശ്രീ മഹാദേവ്യൈ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമഃ പരമഋഷിഭ്യോ നമഃ. പരമഋഷിഭ്യഃ നാരായണ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുസ്വാഗതം. ശുഭസായാഹ്നം. വിജയദശമി വിദ്യാരംഭ ആശംസകൾ. എല്ലാ നന്മകളും ആശംസിക്കുന്നു എല്ലാവർക്കും. വളരെ സന്തോഷമുണ്ട്. നമ്മുടെ ഈ ഒരു കൊറോണ കാലത്തും എല്ലാവരും പല കാരണങ്ങളെ കൊണ്ട് വിഷമിച്ച് പല സംഘർഷങ്ങളും അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോഴും നമുക്കിവിടെ ആനന്ദമായി കഴിയാൻ സാധിക്കുന്നു. അതിന് കാരണം ഈ നമ്മൾ അഭ്യസിച്ചിരിക്കുന്ന ഈ വിദ്യ തന്നെയാണ്. ഈ ബ്രഹ്മവിദ്യ. ആ വിദ്യ കയ്യിൽ ഉള്ളതുവരെ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടെങ്കിലും അത് നമ്മുടെ ശാരീരികമാകാം, നമുക്കുള്ള മാനസികങ്ങളായ പല സംഘർഷങ്ങൾ, പിരിമുറുക്കങ്ങളൊക്കെ എവിടെ നിന്നൊക്കെ വരാം. ഏതൊക്കെ രംഗത്ത് നിന്ന് നമുക്ക് പ്രഷറുകൾ ഉണ്ടാവാം. അതുപോലെ ചുറ്റുപാടുകളിൽ നിന്ന്, പ്രകൃതിയിൽ നിന്ന് എല്ലാം പ്രതികൂലമായാലും അതിലൊന്നും കുലുങ്ങാതെ തല ഉയർത്തി നമ്മുടെ എന്താ പറയുക ബാലൻസ് കളയാതെ ഉറച്ച് നിൽക്കാൻ കഴിയുന്നത് അത് ഈ അറിവിൻ്റെ, ഈ ബ്രഹ്മവിദ്യയുടെ ഒരൊറ്റ അനുഗ്രഹം തന്നെയാണ്. ആ ബ്രഹ്മവിദ്യ തന്ന ഗുരുപരമ്പരകൾക്ക്, ഋഷി പരമ്പരകൾക്ക് എല്ലാവർക്കും നമ്മുടെ കൃതജ്ഞതാപൂർവമായിട്ടുള്ള നമസ്കാരം അതെപ്പോഴും ഉണ്ട്. ഇപ്പോൾ വിശേഷമായിട്ട് സമർപ്പിക്കുന്നു. ഓം നമോ ബ്രഹ്മാദിഭ്യോ ബ്രഹ്മവിദ്യാ സമ്പ്രദായ കർത്തൃഭ്യോ വംശഋഷിഭ്യോ മഹദ്ഭ്യോ നമോ ഗുരുഭ്യഃ. നമഃ പരമഋഷിഭ്യോ നമഃ പരമഋഷിഭ്യഃ. നമഃ പരമഋഷിഭ്യോ നമഃ പരമഋഷിഭ്യഃ. നിറവോടുകൂടെ അല്ലാതെ ഗുരുക്കന്മാരെ ഒന്നും സ്മരിക്കാൻ സാധിക്കില്ല. എത്രയോ ഗുരുക്കന്മാർ നമ്മളെ അനുഗ്രഹിച്ചിട്ടുണ്ട്. ആ ഗുരുക്കന്മാരുടെയൊക്കെ അനുഗ്രഹം എപ്പോഴും കൂടെയുണ്ട്. അവരെയൊക്കെ ഓർക്കുമ്പോൾ നിറവിൻ്റെ, ആനന്ദത്തിൻ്റെ അശ്രുക്കളിങ്ങനെ ഒഴുകും.
ആ ഗുരുക്കന്മാരെയൊക്കെ സ്മരിച്ചുകൊണ്ട്, ആ ഗുരുക്കന്മാരുടെയൊക്കെ പാദങ്ങളിൽ സാഷ്ടാംഗം വീണ് നമസ്കരിച്ചുകൊണ്ട് ഈ ദിവസങ്ങൾ ധന്യമാക്കിക്കൊണ്ടിരിക്കുന്ന, അതിന് എൻ്റെ കൂടെ എൻ്റെ ക്ലാസ്സുകളിൽ നിരന്തരം പങ്കെടുത്തുകൊണ്ട് ഒരു മടുപ്പുമില്ലാതെ കൂടുതൽ കൂടുതൽ ആവേശത്തോടെ പങ്കെടുക്കുന്ന നിങ്ങൾക്കേവർക്കും എൻ്റെ വിനീതമായിട്ടുള്ള നമസ്കാരം. വളരെ ധന്യമായിട്ടുള്ള ദിവസങ്ങളും നിമിഷങ്ങളും എല്ലാവർക്കും എൻ്റെ ഹൃദയംഗമമായിട്ടുള്ള ആശംസകൾ, സ്നേഹപ്രണാമങ്ങൾ. എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൽ സ്ഥാനമുണ്ട്. നാരായണ. എത്രയോ ആളുകളുടെ നിർബന്ധമാണ് നമ്മുടെ ഈ പല ക്ലാസ്സുകളും. ഞാൻ ഓൺലൈൻ ക്ലാസ്സുകൾ എടുക്കാൻ വളരെ മടിച്ചിരുന്ന ആളാണ്. ഈ കൊറോണ വന്നില്ലായിരുന്നെങ്കിൽ ഇപ്പോഴും നമ്മൾ വരില്ലായിരുന്നു. ഈ ലോക്ക്ഡൗണുകളൊന്നും ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ വരില്ലായിരുന്നു. അപ്പോൾ എന്തോ ഈശ്വര നിശ്ചയമാണ് ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നടക്കേണ്ടത്. നമ്മുടെ ജീവിതം ഈ വഴിക്കൊക്കെയാണ് പോകേണ്ടത്. നമ്മൾ ഓരോരുത്തരും ഇന്ന് കടന്നു പോകുന്ന ഓരോ അനുഭവങ്ങളും ഓരോ നിമിഷങ്ങളും എല്ലാം ഈശ്വര നിശ്ചയമാണ്. അപ്പോൾ ആ ഈശ്വരൻ്റെ ഇച്ഛയ്ക്ക് മുമ്പിൽ ശിരസ് നമിച്ച് വണങ്ങിക്കൊണ്ട്, ഈശ്വരൻ്റെ ഇച്ഛയ്ക്ക് വിട്ടുകൊടുത്തുകൊണ്ട് എല്ലാം ഈശ്വരൻ്റെ ഇച്ഛയ്ക്ക് നടക്കട്ടെ. ഇനിയും എന്തൊക്കെ നടക്കാനുണ്ടോ ഒക്കെ ഈശ്വര ഇച്ഛയെ നടക്കുള്ളൂ. നമ്മുടെ ഇച്ഛയൊന്നും നടക്കാൻ പോകുന്നില്ല. ഈശ്വരേച്ഛ മാത്രമേ നടക്കുള്ളൂ. അത് നല്ല ഉത്തമ ബോധ്യമുണ്ട്. ആ ഈശ്വരേച്ഛയ്ക്ക് എല്ലാം വിട്ടുകൊടുത്തുകൊണ്ട് എല്ലാവർക്കുമായിട്ട് നമുക്ക് ഭഗവത്ഗീത എന്നതായിട്ടുള്ള അത്ഭുതത്തെ നമുക്ക് നോക്കിക്കാണാൻ ശ്രമിക്കാം. ലോകത്തിലേക്ക് വെച്ച് ഏറ്റവും വലിയ അത്ഭുതം എന്താണെന്ന് ചോദിച്ചാൽ ശ്രീകൃഷ്ണ അവതാരമാണത്. ശ്രീകൃഷ്ണ അവതാരത്തേക്കാൾ വലുതായിട്ട് ഒരത്ഭുതം ലോകത്തില്ല. ഇനി ഇതുവരെ ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാവുകയുമില്ല. ആ ശ്രീകൃഷ്ണ അവതാരം തന്നെയാണ് ഏറ്റവും വലിയ അത്ഭുതം. അത് നമ്മൾ ഭഗവാനെ അറിയുമ്പോഴേ, ഭഗവാന്റെ കൂടുതൽ ഭഗവാനെ അറിയുമ്പോഴേ ആ അത്ഭുതം എന്താണെന്ന് നമ്മൾക്ക് ആ അത്ഭുതത്തിൻ്റെ ഒരു വ്യാപ്തി, അതിൻ്റെ ഒരു മഹത്വം, അത് കൂടുതൽ നമ്മളെ ആശ്ചര്യഭരിതരാക്കുകയുള്ളൂ. ഭഗവാനെ അറിയാത്തവർക്ക് എന്താണ് ഭഗവാന്റെ അത്ഭുതം എന്നറിയാൻ സാധിക്കില്ല. ഭഗവാനെ അറിയാൻ ശ്രീമദ് ഭാഗവതവും ഭഗവത്ഗീതയും ഇത് രണ്ടുമാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള വഴികൾ. ഭഗവാനെ കൂടുതൽ അടുത്തറിയാനുള്ളതായിട്ടുള്ള ഏറ്റവും എളുപ്പ വഴികൾ ശ്രീമദ് ഭാഗവതം ആഴത്തിൽ പഠിക്കുക, അതും ദശമസ്കന്ധം കൂടുതൽ വിശദമായി പഠിക്കുക, ഓരോ വരികളും പഠിക്കുക, ഓരോ വാക്കുകളും പഠിക്കുക, ഭഗവാന്റെ ലീലകളുടെ ആ ഒരു മഹത്വം അത് ഭാഗവതത്തിൽ കാണുക.
അതിൻ്റെ ഡെപ്ത്, അതിൻ്റെ ഗാംഭീര്യം, അതിൻ്റെ എന്താ പറയുക, പല തലങ്ങളിലേക്കുള്ളതായിട്ടുള്ള വ്യാപ്തി, അതൊക്കെ അറിയണമെങ്കിൽ ശ്രീമദ് ഭഗവത്ഗീത പഠിക്കുകയും വേണം. ഭഗവത്ഗീത പഠിക്കാതെ ഭഗവാനെ അറിയാൻ സാധിക്കില്ല. ഭഗവത്ഗീത പഠിക്കാതെ ശ്രീമദ് ഭാഗവതം നമുക്ക് വേണ്ട പോലെ അതിൻ്റെ ആഴത്തിൽ അതിൻ്റെ തലങ്ങളൊന്നും ഉൾക്കൊള്ളാൻ പറ്റില്ല. അപ്പോൾ ആദ്യം ഭഗവത്ഗീത പഠിക്കണം. ഭഗവത്ഗീതയും ഭാഗവതവും പരസ്പര പൂരകങ്ങളായിട്ടുള്ള, ഭഗവത്ഗീതയുടെ ഒരു ഡെമോൺസ്ട്രേഷനാണ് ശ്രീമദ് ഭാഗവതം. ഭാഗവതത്തിൽ ഭഗവാൻ ചെയ്തതായിട്ടുള്ള ലീലകളെല്ലാം അത് ശരിയായ തലത്തിൽ മനസ്സിലാക്കണമെങ്കിൽ ശ്രീമദ് ഭഗവത്ഗീത പഠിക്കണം. ആ ഭഗവത്ഗീത അറിയുന്നവർക്കേ ഭഗവാന്റെ ലീലകളുടെ രഹസ്യം, ലീലകളുടെ മഹത്വം, ലീലകളുടെ എന്താ പറയുക, ബഹുമുഖ ഭാവങ്ങൾ, അതൊക്കെ ഉൾക്കൊള്ളാൻ കഴിയുള്ളൂ. അതുകൊണ്ട് ഭാഗവത വിദ്യാർത്ഥികളാവട്ടെ, നാരായണീയ വിദ്യാർത്ഥികളാവട്ടെ, അവരൊക്കെ അവശ്യം അറിഞ്ഞിരിക്കേണ്ടതാണ് ശ്രീമദ് ഭഗവത്ഗീത. ഇനി ഭഗവത്ഗീത ലോകം മുഴുവനുള്ള എല്ലാവർക്കും വേണ്ടതായിട്ടുള്ള അറിവുകൾ നൽകുന്നുണ്ട്. ഭഗവത്ഗീത ഒരു യൂണിവേഴ്സലായിട്ടുള്ള ഒരു മാർഗദർശനം നൽകുന്ന ഒരു ഗ്രന്ഥമാണ്, ഒരു ശാസ്ത്രമാണ്. ലോകം മുഴുവനുള്ള എല്ലാവർക്കും, അത് ജാതി, മതം, ലിംഗം ഒരു ഭേദവുമില്ലാതെ, പ്രായഭേദമില്ലാതെ എല്ലാവർക്കും വേണ്ടതായിട്ടുള്ള, ഈ ലോകത്ത് ജീവിക്കുവാനുള്ളതായിട്ടുള്ള ശരിയായ ദർശനം നൽകുന്ന ഒരു സൂര്യൻ തന്നെയാണ്. എങ്ങനെയാണോ നമ്മൾ പകല് സൂര്യാനുഗ്രഹം കൊണ്ട്, സൂര്യപ്രകാശം കൊണ്ട് നമ്മൾ ലോകവ്യവഹാരങ്ങളെ ചെയ്യുന്നത്, അതുപോലെ നമ്മുടെ വ്യവഹാരങ്ങൾ കൂടുതൽ വെളിച്ചത്തിലാവണമെങ്കിൽ ശ്രീമദ് ഭഗവത്ഗീത എന്ന ആ സൂര്യൻ്റെ പ്രകാശം നമ്മൾ കൂടുതലായിട്ട് ആവഹിക്കണം. ആ ഭഗവത്ഗീതയുടെ വെളിച്ചത്തിൽ നമ്മൾ നമ്മുടെ ജീവിതം നയിക്കുകയാണെങ്കിൽ എല്ലാവർക്കും അവരുടെ ജീവിതം സുഗമമായിരിക്കും, ആനന്ദപൂർണമായിരിക്കും. ആ ശ്രീമദ് ഭഗവത്ഗീത അത് ബ്രഹ്മവിദ്യയാണ്, അത് യോഗശാസ്ത്രവുമാണ്. ഓരോ അധ്യായത്തിൻ്റെയും അവസാനം സങ്കല്പവാക്യത്തിൽ പറയുന്നു, ഇതി ശ്രീമദ് ഭഗവത്ഗീതാസു ഉപനിഷത്സു ബ്രഹ്മവിദ്യായാം യോഗശാസ്ത്രേ ശ്രീകൃഷ്ണാർജുന സംവാദേ പുരുഷോത്തമ യോഗോ നാമ പഞ്ചദശോധ്യായ, അല്ലെങ്കിൽ സാഖ്യയോഗോ നാമ ദ്വിതീയോധ്യായ, കർമ്മയോഗോ നാമ തൃതീയോധ്യായ എന്ന ഓരോ അധ്യായത്തിലും ആ സങ്കല്പവാക്യം പറയുന്നു. അപ്പോൾ ഇത് ഒരേ സമയം ബ്രഹ്മവിദ്യയുമാണ്, അതേസമയം യോഗശാസ്ത്രവുമാണ്. ബ്രഹ്മവിദ്യ എന്നാൽ ഈ പ്രപഞ്ചത്തിൻ്റെ രഹസ്യം, അവനവൻ്റെ രഹസ്യം, ആത്മാവിൻ്റെ രഹസ്യം, ഈശ്വരൻ്റെ രഹസ്യം, ഇത് മൂന്നും നമുക്ക് ഉള്ളംകൈയിലെ നെല്ലിക്ക പോലെ കാണിച്ചു തരുന്ന ആ ശാസ്ത്രമാണ് ശ്രീമദ് ഭഗവത്ഗീത. ഈ പ്രപഞ്ചത്തിൻ്റെ തത്വം എന്താണ്, നമ്മൾ ആരാണ്, ഈ പ്രപഞ്ചത്തിൻ്റെ നിയാമകമായിരിക്കുന്ന ഒരു ശക്തിയുണ്ടോ, ആ ശക്തിയുടെ സ്വരൂപം എന്താണ്, ലക്ഷണം എന്താണ്, എന്തൊക്കെയാണ് ആ ശക്തി ഇവിടെ ചെയ്യുന്നത്, നമ്മളും ഈ പ്രപഞ്ചവും ആ ശക്തിയും തമ്മിലുള്ളതായിട്ടുള്ള ബന്ധങ്ങൾ എങ്ങനെയൊക്കെയാണ്, നമ്മളും ഈശ്വരനും തമ്മിലുള്ള ബന്ധം എന്താണ്, നമ്മളും ജഗത്തും തമ്മിലുള്ളതായിട്ടുള്ള ബന്ധം എന്താണ്, ഇതൊക്കെ വളരെ വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണിച്ചു തരുന്നു ശ്രീമദ് ഭഗവത്ഗീത. അപ്പോൾ അങ്ങനെയുള്ള ബ്രഹ്മവിദ്യ, ഏറ്റവും വലിയ വിദ്യ, രാജവിദ്യ എന്ന് ശ്രീമദ് ഭഗവത്ഗീത തന്നെ അതിൽ
പറയുന്നുണ്ട്. 9-ാം അധ്യായത്തിൻ്റെ പേര് തന്നെ രാജവിദ്യ രാജഗുഹ്യ യോഗം എന്നാണ്. രാജവിദ്യയാണ്, വിദ്യകളിലൊക്കെ വെച്ച് രാജാവാണത്. ദ റോയൽ സയൻസ്, ദ റോയൽ നോളജ് എന്നൊക്കെ പറയാം. അതിൻ്റെയൊക്കെ അപ്പുറത്താണത്. അങ്ങനെയുള്ള ഏറ്റവും വലിയ അറിവുകളുടെയൊക്കെ രാജാവ്, കിങ് ഓഫ് ഓൾ നോളജസ്, അതാണ് ശ്രീമദ് ഭഗവത്ഗീത. അതേപോലെ തന്നെ അതിൻ്റെ പ്രായോഗികമായിട്ടുള്ള പദ്ധതികളും, അതാണ് യോഗശാസ്ത്രം എന്ന് പറയുന്നത്. വെറുതെ ബ്രഹ്മവിദ്യ മാത്രം പറയുകയല്ല. നമ്മുടെ ഉപനിഷത്തുക്കളെല്ലാം ബ്രഹ്മവിദ്യയാണ്. ഉപനിഷത്തുക്കൾ ബ്രഹ്മവിദ്യയാണ്. പക്ഷേ എല്ലാ ഉപനിഷത്തുക്കളിലും ആ ബ്രഹ്മവിദ്യയെ എങ്ങനെ ജീവിതത്തിൽ പ്രായോഗികമാക്കണം എന്ന് പ്രതിപാദിക്കാറില്ല. ഓരോ ഉപനിഷത്തുക്കളും ഓരോ ശിഷ്യന്മാർക്ക്, ഓരോ ഗുരുക്കന്മാർ ഏതെങ്കിലും ചോദ്യങ്ങൾക്ക് മാത്രമായി ഉത്തരം കൊടുത്തതായിരിക്കും. ഒരു സമഗ്രമായ ഒരു ചർച്ച ചിലപ്പോൾ ആ ഉപനിഷത്തുകളിൽ ഉണ്ടായി എന്ന് വരില്ല. ഏതെങ്കിലും വിഷയങ്ങളെ സവിശേഷമായി ചർച്ച ചെയ്യുന്നുണ്ടാവും. സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു ചർച്ചയുണ്ടാവും. സമഗ്രമായിട്ട് മനുഷ്യ ജീവിതത്തെ മൊത്തത്തിൽ ചർച്ച ചെയ്യുകയോ എല്ലാവർക്കും വേണ്ട എല്ലാ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരങ്ങളെ നിർദ്ദേശിക്കുകയോ ചെയ്യാറില്ല ഉപനിഷത്തുകൾ. അപ്പോൾ ആ ഉപനിഷത്തുക്കളുടെ മുഴുവൻ ആ ജ്ഞാനത്തെ ഉൾക്കൊണ്ടുകൊണ്ട്, അറിവ് ഉൾക്കൊണ്ടുകൊണ്ട് അതിനെ വളരെ ലളിതമായ രീതിയിൽ നമുക്ക് ചുരന്ന് തന്നിരിക്കുകയാണ് ഈ ഭഗവത്ഗീതയാകുന്ന കാമധേനു. അതാണ് ഭഗവത്ഗീതയുടെ മഹത്വം. അപ്പം ഇങ്ങനെ ഈ ഭഗവത്ഗീതയെക്കുറിച്ച് പറഞ്ഞാൽ തീരാത്ത വാക്കുകളുണ്ട്. ഞാനെന്തിനു പറയണം? എത്രയോ മഹാത്മാക്കൾ, എത്രയോ പൂർവീകരായിട്ടുള്ള ആളുകൾ, ലോകം മുഴുവനുള്ള പ്രശസ്തരായ വ്യക്തികൾ എല്ലാവരും ശ്രീമദ് ഭഗവത്ഗീതയെക്കുറിച്ച് വാതോരാതെ പറഞ്ഞു വെച്ചതുണ്ട്. അത് ഓരോന്നും കോട്ട് ചെയ്യണമെങ്കിൽ എത്ര ദിവസങ്ങൾ വേണം? അത് തന്നെ പറയാം. ഗീതാ മാഹാത്മ്യം ലോകത്തുണ്ടായിട്ടുള്ള എല്ലാ മഹാത്മാക്കളും, സയൻറ്റിസ്റ്റുകളായിട്ടുള്ള ഐൻസ്റ്റീനും ന്യൂട്ടണും വരെ, അതുപോലെയുള്ളതായിട്ടുള്ള എന്താ പറയുക, വെസ്റ്റേൺ ഫിലോസഫേഴ്സ്, വെസ്റ്റേൺ റൈറ്റേഴ്സ്, സാഹിത്യകാരന്മാർ, അങ്ങനെയുള്ള ഓരോരുത്തരും ഗീതയെക്കുറിച്ച് എഴുതി വെച്ചിട്ടുള്ളതും പറഞ്ഞു വെച്ചിട്ടുള്ളതും എല്ലാവരെയും അത്ഭുതപ്പെടുത്തിയിട്ടുള്ള ഒരു ഗ്രന്ഥമാണ് ഗീത. അപ്പോൾ അങ്ങനെയുള്ള ഗീത നമ്മുടെ ഹിന്ദുക്കൾ പഠിക്കാതിരിക്കുന്നത് ഏറ്റവും വലിയ ഒരു നഷ്ടം എന്നേ പറയാനുള്ളൂ. അവരുടെ ജീവിതം പാവം. ഭാരതത്തിൽ ജനിച്ച്, അതും ഹിന്ദുക്കളായി ജനിച്ച്, ഭാരതത്തിൽ ജനിച്ച എല്ലാവർക്കും ആവാം, ഹിന്ദുക്കളാവണമെന്നൊന്നുമില്ല. കാരണം ഭാരതത്തിൽ ഉള്ളവരൊക്കെ തന്നെ ഹിന്ദുക്കളാണ്. ഭാരതീയരായിട്ടുള്ള എല്ലാവരും അവർ ഏത് ഈശ്വരനിൽ വിശ്വസിച്ചാലും ഏത് മതത്തിൽ വിശ്വസിച്ചാലും വാസ്തവത്തിൽ അവരെല്ലാം ഹിന്ദുക്കളാണ്. കാരണം ഹിന്ദു ദേശത്ത്, ഇന്ത്യൻ ഭൂഖണ്ഡത്തിൽ, ഭാരത ഭൂഖണ്ഡത്തിൽ ജനിച്ച എല്ലാവരെയും നമ്മൾ ഹിന്ദുക്കളായിട്ട് തന്നെ കാണാം. അവർക്ക് അറിവില്ലായ്മ കൊണ്ട് ഇതിനെ നിന്ദിക്കുകയോ വേറെ ഏതിനെങ്കിലുമൊക്കെ ബഹുമാനിക്കുകയോ വന്ദിക്കുകയോ പുകഴ്ത്തുകയോ ഒക്കെ ചെയ്യട്ടെ. പക്ഷേ നമ്മൾ പറഞ്ഞു വരുന്നത്, ഈ ഒരു ഹിന്ദു എന്ന് അറിയപ്പെടുന്ന ആളുകൾ, സ്വയം ഞാൻ ഹിന്ദുവാണ് എന്ന് പറയുന്ന, എല്ലാ സർട്ടിഫിക്കറ്റുകളിലും എഴുതുന്നതായിട്ടുള്ള ആളുകൾ, അവർക്ക് ഈ എന്താ പറയുക, ഭാരതത്തിൻ്റെ സ്വന്തമായിട്ടുള്ള ഈ നിധിയെ, ഈ ശ്രീമദ് ഭഗവത്ഗീതയെ അറിഞ്ഞില്ലെങ്കിൽ വലിയ നഷ്ടമാണ് എന്ന് പറയാം. അപ്പോൾ എല്ലാവരും അറിഞ്ഞിരിക്കണം. നമ്മുടെ വരും തലമുറകൾ, നമ്മുടെ കുട്ടികളൊക്കെ ഈ ഗീത അറിഞ്ഞ് വളരണം. ആ ഗീതയെ അറിയുമ്പോഴാണ് ദേശാഭിമാനവും ഉണ്ടാവുക. നമ്മുടെ എന്താ പറയുക, സനാതനധർമ്മത്തിൻ്റെ മഹത്വവും അറിഞ്ഞുകൊണ്ട് ആചരിക്കുക. അപ്പം അങ്ങനെ എല്ലാവർക്കും ഗീത അറിയാൻ ഉള്ളതായിട്ടുള്ള അവസരങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. മഹാത്മാക്കൾ ഇഷ്ടം പോലെ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഈ ഒരു എളിയ പ്രയത്നം കൂടെ നമ്മുടെ ഭാഗത്തുനിന്ന് നമ്മളും ശ്രമിക്കുന്നു.
ഇനിയും ആരെങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അറിഞ്ഞത് പോരാ എന്ന് തോന്നുന്നവരുണ്ടെങ്കിൽ, അറിഞ്ഞവർ തന്നെ ഇനിയും ഇനിയും അത് വീണ്ടും വീണ്ടും മനനം ചെയ്തുകൊണ്ടിരിക്കണമെന്നുള്ള ആളുകളുണ്ടെങ്കിൽ അവർക്കൊക്കെ ഒരു വേദിയായിക്കൊണ്ട് നമ്മളിത് ആരംഭിക്കുകയാണ് ശ്രീമദ് ഭഗവത്ഗീത പഠനം. എത്ര ദിവസം നീണ്ടു നിൽക്കുന്നോ, എന്തായിരിക്കും ഇതിൻ്റെ പോകുന്ന വഴിയെന്നൊന്നും ഇപ്പോഴൊന്നും പറയാൻ പറ്റില്ല. അത് ഭഗവാൻ നിശ്ചയിച്ച് നമ്മളെ കൊണ്ടുപോകട്ടെ. എത്ര ദിവസം വേണമെങ്കിൽ നീണ്ടു നിൽക്കാം. കാരണം ഒരു സമുദ്രത്തിലേക്ക് ഇറങ്ങാൻ പോവുകയാണ് നമ്മൾ. സമുദ്രത്തിൻ്റെ ഏത് ഭാഗത്തുനിന്ന് ഇറങ്ങണം അതുപോലും നിശ്ചയമില്ല. എവിടുന്ന് ഇറങ്ങി എവിടേക്കാ പോകേണ്ട ഒരു നിശ്ചയമില്ല. അതുപോലെ കിടക്കുക ശ്രീമദ് ഭഗവത്ഗീത. എങ്കിലും നമുക്ക് സമ്പ്രദായ പ്രകാരമുള്ള ആ ധ്യാന ശ്ലോകങ്ങളൊക്കെ ചൊല്ലിക്കൊണ്ട് ഗീതയിലേക്ക് പ്രവേശിക്കാം. എന്തായാലും ആദ്യം തന്നെ ഗീതാധ്യാനം ഒന്ന് ചൊല്ലാം. എന്നിട്ട് നമുക്കിന്ന് ആ ധ്യാനത്തിലൂടെ ഗീതയെ പരിചയപ്പെടാൻ ശ്രമിക്കാം. എന്നിട്ട് കൂടുതൽ ഗീതയിലേക്ക് പ്രവേശിക്കും മുമ്പ് തന്നെ ഗീതയുടെ പശ്ചാത്തലത്തെക്കുറിച്ച് അറിയേണ്ടതുണ്ട്. എല്ലാം ഇന്ന് ഒരു നിമിഷം കൊണ്ട് സാധിക്കില്ല, അല്ലേ? അരമണിക്കൂർ കൊണ്ട് MBBS പാസ്സാവാനൊന്നും പറ്റില്ല. അതുപോലെയാണ് ശ്രീമദ് ഭഗവത്ഗീത എന്നുള്ള മഹാസാഗരം. നമുക്ക് ദിവസങ്ങളോളം എടുക്കും. അതിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു എന്നേ ഉള്ളൂ. ഇന്ന് നല്ല ദിവസമാണെന്ന്, വിജയദശമി, വിദ്യാരംഭം. അപ്പോൾ ഈ ദിവസം നമ്മൾ തുടങ്ങി വയ്ക്കുന്നു. ഇത് അനുസ്യൂതം തുടരട്ടെ. അതിന് എല്ലാ ഈശ്വര ശക്തികളുടെയും എല്ലാ ദേവന്മാരുടെയും എല്ലാ ഗുരുപരമ്പരകളുടെയും സർവചരാചരങ്ങളുടെയും അനുഗ്രഹവും ആനുകൂല്യവും നമുക്കുണ്ടാവട്ടെ എന്ന് വീണ്ടും വീണ്ടും പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളേവരെയും വീണ്ടും വീണ്ടും നമസ്കരിച്ചുകൊണ്ട് ഗീതാധ്യാന ശ്ലോകത്തിലേക്ക് പ്രവേശിക്കുകയാണ്. എത്രയോ പേര് ഈ ഗീതാ ക്ലാസ് തുടങ്ങണമെന്ന് അറിഞ്ഞപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് എന്നെ വിളിച്ചു. ഇന്ന് ഉച്ചയ്ക്ക് വിളിച്ച് അവരൊന്നും ഫേസ്ബുക്കിൽ തുറന്നിട്ടില്ല. ചിലർ ഫേസ്ബുക്കിലുണ്ട്, പക്ഷേ സാമയുടെ ലിങ്കുകൾ കിട്ടുന്നില്ല എന്നുള്ള കംപ്ലൈൻ്റാണ്. എങ്ങനെയാണ് കണക്റ്റഡ് ആവുക, എങ്ങനെയാണ് കണക്റ്റഡ് ആവുക, ലിങ്ക് അയച്ചു തരൂ, ലിങ്ക് അയച്ചു തരൂ എന്ന് വിളിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ ഓരോരുത്തരും അതിൻ്റെ സന്ദേശവാഹകരാവുക. എനിക്കിതിൻ്റെ ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളൊന്നും കൂടുതൽ അറിയില്ല, ഞാനതൊന്നും പരിചയിച്ചില്ല. അപ്പോൾ ഓരോരുത്തരും നിങ്ങളുടെ വേണ്ടപ്പെട്ട ആളുകളെ ഷെയർ ചെയ്തുകൊണ്ട് എങ്ങനെയൊക്കെ അവരെ ഏതൊക്കെ രീതിയിലാണ് അവരിലേക്ക് ഇതിൻ്റെ ഷെയർ എത്തിക്കാൻ പറ്റുക, അങ്ങനെ എത്തിക്കുക. ഓരോരുത്തരും അവരവരുടെ ബന്ധുക്കളായിട്ടുള്ള ആളുകളോട്, സുഹൃത്തുക്കളായിട്ടുള്ള ആളുകൾക്ക്, ആവശ്യമുള്ളവർക്കൊക്കെ ഏത് രീതിയിൽ ഷെയർ ചെയ്യാൻ പറ്റും. എല്ലാവരും എന്നെ ഡയറക്റ്റ് ചെയ്യണ്ട ദയവ് ചെയ്ത്. എല്ലാവരോടും മറുപടി പറയാൻ എനിക്ക് സമയം തികയില്ല. ഇനി വേറൊന്ന് ആലോചിക്കേണ്ടത്, ഞാൻ ഇന്ന് തന്നെ തുടങ്ങണമെന്ന് വിചാരിച്ചതാണ്. നമ്മുടെ ഫേസ്ബുക്കിൽ 5000 ഫ്രണ്ട്സിൽ ലിമിറ്റ് ചെയ്യണം. അപ്പോൾ അത് ലിമിറ്റ് ആയിക്കഴിഞ്ഞാൽ എന്നോ ഫുള്ളായി കഴിഞ്ഞു. ഇപ്പോൾ 1500ഓളം പേര് റിക്വസ്റ്റ് വെയിറ്റിംഗ് ആണ്. 1600-ലധികം ഉണ്ട്, വെയിറ്റിംഗ് ഉണ്ട്. അവർക്കൊന്നും ഡയറക്റ്റായിട്ട് കണക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ള സങ്കടമുണ്ട്. അവർക്കൊക്കെ നോട്ടിഫിക്കേഷൻ ചെല്ലുന്നില്ല എന്നുള്ള കംപ്ലൈൻ്റ് ഉണ്ട്. അപ്പോൾ ഒരു പേജിലേക്ക് നമുക്കത് മാറണമെന്നുണ്ട്. ഒരു പേജ് തുറന്നു വെച്ചിട്ടുണ്ട് തോന്നുന്നു. അതിലേക്ക് ഞാൻ മാറുമ്പോൾ നമുക്ക് നോക്കിയിട്ട് എല്ലാവരും അതിലേക്ക് വരണം. അപ്പോൾ പുതിയ പേജാവുമ്പോൾ അൺലിമിറ്റഡ് ആയിട്ടുള്ള മെമ്പേഴ്സിനെ അതിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാം. എത്ര വേണമെങ്കിൽ 10,000 വേണമെങ്കിൽ അതിൽ വന്നാലും എല്ലാവർക്കും അതിലേക്ക് വരാം. അപ്പോൾ ആ പേജിലേക്ക് നമുക്ക് മാറാം. അപ്പോൾ തൽക്കാലം നമ്മൾ ഇതിൽ തന്നെ തുടരുകയാണ്. ഒരു നല്ല ദിവസം നോക്കിയിട്ട് ആ പേജ് അതിൻ്റെ വർക്കിംഗ് എങ്ങനെയൊക്കെയാണെന്ന് നോക്കി നമ്മളെല്ലാവരും അതിലേക്ക് എന്താ പറയുക ഫ്രണ്ട്സ് ആയിക്കഴിഞ്ഞ് എല്ലാവരും അതിലേക്ക് കൂടിക്കഴിഞ്ഞ ശേഷം അതിൽ നിന്ന് ഡയറക്റ്റായിട്ട് നമുക്ക് ക്ലാസ്സുകൾ ചെയ്യാം. അപ്പോൾ കൂടുതൽ കൂടുതൽ ആളുകൾക്ക് ഡയറക്റ്റായിട്ട് തന്നെ അതിലേക്ക് വരാൻ സാധിക്കും.
അപ്പോൾ അത് ശ്രമിക്കാം. ഈ കൊറോണ ആണ് എന്നെ ഈ ഒരു വഴിക്ക് തന്നെ കൊണ്ടുവന്നത്. അപ്പം ഞാനിതിൽ ഫ്ലുവൻ്റ് അല്ല. എന്തൊക്കെയാണ് ഇതിൻ്റെ പരിപാടികളെന്ന് ഞാൻ നോക്കാൻ മെനക്കെട്ടിട്ടില്ല. ഏതൊക്കെ രീതിയിലാണ് ഈ ലിങ്കുകൾ എല്ലാവരിലേക്കും എത്തിക്കുക, എല്ലാവരുമായിട്ട് കണക്റ്റഡ് ആവുക എന്നുള്ളതൊന്നും ഞാൻ നോക്കിയിട്ടില്ല. ആർഷതീർത്ഥം എന്ന പേരിൽ ഒരു ചെറിയൊരു പേജ് തുറന്നു വെച്ചിട്ടുണ്ട്. എല്ലാവരും അതിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. ആർഷതീർത്ഥവുമായിട്ട് എല്ലാവരും കണക്റ്റഡ് ആവുക. അതെങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ തന്നെ അന്വേഷിച്ചറിയൂ. എല്ലാവരും ആർഷതീർത്ഥത്തിൽ വന്നു കഴിയുമ്പോൾ നമുക്ക് ആർഷതീർത്ഥം തുറക്കാം. ആർഷതീർത്ഥം എന്നുള്ളത് ഈ ആശ്രമത്തിൻ്റെ പേരാണ്. നമ്മുടെ ആശ്രമത്തിൻ്റെ ബിൽഡിങ്ങിൻ്റെ പേരാണ് ആർഷതീർത്ഥം. ഞങ്ങൾ ആർഷ വിദ്യാപീഠം എന്നതായിട്ടുള്ള ദയാനന്ദ സ്വാമിയുടെ ഗുരുകുലത്തിൻ്റെ എക്സ്റ്റൻഷനുകളാണ്. ദയാനന്ദ സ്വാമികൾ ആർഷവിദ്യാപീഠം, ആർഷവിദ്യാ ഗുരുകുലം എന്നിങ്ങനെ ഋഷികേശിൽ ആർഷവിദ്യാപീഠവും ആനക്കട്ടിയിൽ ആർഷവിദ്യാ ഗുരുകുലവും, അതുപോലെ അമേരിക്കയിലും ആർഷവിദ്യാ ഗുരുകുലം, നാഗ്പൂരിലുണ്ട് ആർഷവിദ്യാ ഗുരുകുലം. അതാണ് ഞങ്ങളുടെ മെയിൻ സെൻറ്റേഴ്സ്, ഗുരുനാഥൻ തുടങ്ങി വെച്ചതായിട്ടുള്ള കേന്ദ്രങ്ങൾ. അപ്പോൾ അതിൻ്റെ ശാഖകളായിട്ടാണ് ലോകം മുഴുവനുള്ള സ്വാമി ദയാനന്ദ ആശ്രമങ്ങളൊക്കെ ഫങ്ഷൻ ചെയ്യുന്നത്. അപ്പോൾ ഓരോരുത്തരും അവരവരുടേതായിട്ടുള്ള ദയാനന്ദ ആശ്രമങ്ങൾക്ക് ഒരു പർട്ടിക്കുലറായിട്ടുള്ളൊരു ഐഡൻറ്റിഫിക്കേഷൻ പേരും കൊടുക്കണം. എല്ലാം സ്വാമി ദയാനന്ദ ആശ്രമങ്ങളാണ് ലോകം മുഴുവൻ. അതിൽ ഓരോരുത്തർ ആർഷതീർത്ഥം, ആർഷവാരിധി, അങ്ങനെ ആർഷത്തോട് ബന്ധപ്പെട്ട് ഓരോ പേരുകൾ ഇട്ടിട്ടുണ്ട് ഓരോരുത്തരും. അപ്പം ഞാനിട്ടത് ആർഷതീർത്ഥം എന്നാണ്. നമ്മൾ ശോകനാശിനി പുഴ, ഭാരതപ്പുഴ നമ്മുടെ ഈ കോമ്പൗണ്ടിനോട് ചേർന്ന് ഒഴുകുമ്പോൾ ഒരു തീർത്ഥം പോലെ തന്നെ, ഗംഗാ തീർത്ഥം പോലെ തന്നെ ഒഴുകുന്ന ശോകനാശിനിയുടെ സാമീപ്യമുള്ളത് കൊണ്ട് അതിന് ആർഷതീർത്ഥം എന്ന് പേര് കൊടുത്തു. അപ്പോൾ ആ ഒരു ആർഷതീർത്ഥവുമായിട്ട് എല്ലാവരും ബന്ധപ്പെടുക. ആർഷം എന്ന് പറഞ്ഞാൽ ഋഷിയുടെ എന്നാണ് അർത്ഥം. ഋഷിയുടെ അറിവുകളെയാണ് ആർഷം എന്ന് പറയുന്നത്. ഋഷേഹേ ഇതം ഇതി ആർഷം. അപ്പോൾ ആ ഋഷി പരമ്പരയുടെ ജ്ഞാന ഗംഗയാണ് ഇവിടെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഞാൻ പറയുന്നതായിട്ടുള്ള ഒന്നും എൻ്റേതായിട്ടില്ല, ഒക്കെ ഗുരുക്കന്മാർ തന്നതേ ഉള്ളൂ. ആ ഗുരുക്കന്മാരുടെയൊക്കെ അനുഗ്രഹം മാത്രമാണ് നമുക്കുള്ളത്. ഗീത എന്ന് കേൾക്കുമ്പോൾ ചിന്മയാനന്ദ സ്വാമികളെ സ്മരിക്കാതെ നമുക്ക് ഗീത തുടങ്ങാൻ പറ്റില്ല. അഭിനവ പാർത്ഥസാരഥി എന്ന് വിളിക്കാവുന്ന ആളാണ് ചിന്മയാനന്ദ സ്വാമികൾ. ലോകം മുഴുവൻ ഓടി നടന്ന് ശ്രീമദ് ഭഗവത്ഗീതയുടെ സന്ദേശം വാരി വെതറിയ മഹാനാണ് ചിന്മയാനന്ദ സ്വാമികൾ. ആ ചിന്മയാനന്ദ സ്വാമികളിൽ നിന്നാണ് ഭഗവത്ഗീത ആദ്യമായിട്ട് ഞാൻ കേൾക്കുന്നത്, 1987. പാലക്കാട് ചിന്മയാനന്ദ സ്വാമിജി ഗീതാജ്ഞാന യജ്ഞത്തിനായിട്ട് വന്നതായിട്ടുള്ള സമയത്ത് ഭാഗ്യവശാൽ അന്ന് അതിൽ പങ്കെടുക്കാൻ കഴിഞ്ഞു. അന്ന് ചിന്മയാനന്ദ സ്വാമികൾ നമ്മളെ ഹുക്ക് ചെയ്തതാണ്, കൊളുത്തിയതാണ്. അദ്ദേഹത്തിൻ്റെ ചൂണ്ടയിൽ നമ്മൾ കൊത്തിപ്പോയി. അങ്ങനെയാണ് ഈ വഴിക്ക് തന്നെ നമ്മൾ മുന്നേറുന്നത്. അതിനു മുമ്പ് നമ്മളും ഒരു സാധാരണ ഹിന്ദു, ക്ഷേത്രങ്ങളിൽ പോകും, സത്സംഗങ്ങൾ, ഭാഗവത സപ്താഹങ്ങളും അതുപോലെയുള്ള പരിപാടികളൊക്കെ ഉണ്ട്, വീട്ടിലൊക്കെ ധാരാളം പാരായണങ്ങളുണ്ട്. പക്ഷേ ആധ്യാത്മികത എന്താണെന്നറിയില്ല, മതപരതയുള്ളൂ. റിലീജിയസ് ആയിരുന്നു, സ്പിരിച്വൽ ആയിരുന്നില്ല. ആ സ്പിരിച്വൽ എന്നുള്ളതായിട്ടുള്ള തലത്തിലേക്ക് നമ്മളെ ഉയർത്തിയത് ചിന്മയാനന്ദ സ്വാമികളാണ്. ചിന്മയാനന്ദ സ്വാമികളുമായിട്ടുള്ള ആ ദർശനം, അദ്ദേഹത്തിൻ്റെ ക്ലാസ്സുകൾ, അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾ, അത് കേട്ടതിൻ്റെ ഫലമായിട്ടാണ് നമ്മളിന്ന് ഈ രംഗത്തെത്തി ഇവിടെ ഈ രൂപത്തിലിരിക്കാൻ കാരണം ആ ചിന്മയാനന്ദ സ്വാമികളുടെ ഇൻഫ്ലുവൻസാണ്. അദ്ദേഹത്തിൻ്റെ പരമ്പരയിലൂടെ തന്നെയാണ് നമ്മൾ പഠിച്ചു വളർന്നത്. അപ്പോൾ ആദ്യമായിട്ട് ഗീതാ പ്രഭാഷണം കേട്ട ആ ചിന്മയാനന്ദ സ്വാമികളുടെ പാതാരവിന്ദങ്ങളിൽ വണങ്ങിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ 3
ഗീതാ പ്രഭാഷണങ്ങൾ കേൾക്കാനുള്ള ഭാഗ്യമുണ്ടായിട്ടുണ്ട്. അങ്ങനെ ആ മഹാത്മാവിൻ്റെ പാതാരവിന്ദങ്ങളിൽ വണങ്ങിക്കൊണ്ട്, അതുപോലെ എൻ്റെ ഗുരുനാഥൻ ദയാനന്ദ സരസ്വതി സ്വാമികൾ, അതുപോലെ തന്നെ നമ്മളെ ഗുരുകുലങ്ങളിൽ പഠിപ്പിച്ചതായിട്ടുള്ള ആചാര്യന്മാർ ഒരുപാട് പേരുണ്ട്. ചിന്മയാ മിഷൻ്റെ പരമ്പരയിലും ദയാനന്ദ സ്വാമിയുടെ ശിഷ്യഗണങ്ങളായിട്ടും ഒക്കെയുള്ള ഒരുപാട് പേര് നമ്മൾക്ക് ഗുരുക്കന്മാരായിട്ടുണ്ട്. എല്ലാവരെയും വണങ്ങിക്കൊണ്ട് നമുക്ക് ശ്രീമദ് ഭഗവത്ഗീതയുടെ പഠനത്തിലേക്ക് പ്രവേശിക്കാം. അപ്പോൾ ആദ്യം ഗീതാധ്യാനം ആരംഭിക്കാം. ഓം. എല്ലാ ഗൃഹങ്ങളിലും ഒരു ഗീതയെങ്കിലും ഉണ്ടാവണം. ഒരു വ്യക്തിക്ക് ഒരു ഗീത എന്ന തോതിൽ എല്ലാവരുടെ കയ്യിലും ഓരോ ഗീതാ പുസ്തകം ഉണ്ടാവണം. ആ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ ഹിന്ദു ഗൃഹങ്ങൾ നീങ്ങണം. എല്ലാവരുടെ പോക്കറ്റിലും ഒരു ഗീത ഉണ്ടാവണം, സന്തത സഹചാരിയായിട്ട്. ഇന്ന് നമ്മുടെ ഭാരതത്തിൽ തന്നെ ഏറ്റവും പ്രശസ്തരായിട്ടുള്ള ഏത് വ്യക്തികളോട് ചോദിച്ചാലും അവർ നിത്യവും ഗീത പാഠം ചെയ്യുന്നവരായിരിക്കും. നമ്മുടെ അബ്ദുൽ കലാമിനോട് ചോദിച്ചിരുന്നെങ്കിൽ അദ്ദേഹം പറഞ്ഞു തരുമായിരുന്നു ഗീതയെക്കുറിച്ച്. നമ്മുടെ ഭാരതം അടുത്ത കാലത്ത് കണ്ട ഒരു മഹാപ്രതിഭ ആ അബ്ദുൽ കലാം. അതുപോലെ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ഒരു ലെജൻഡ് എന്ന് പറയാം, ഒരു ഇതിഹാസ തുല്യമായിട്ടുള്ളൊരു കർമ്മയോഗി, ഒരു അത്ഭുത മനുഷ്യനാണ് ഇ ശ്രീധരൻ എന്ന മഹാൻ. കൊങ്കൺ റെയിൽവേ മുതൽ മെട്രോ റെയിൽവേകളെല്ലാം ചെയ്ത് ഏത് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിൻ്റെ കാര്യത്തിലും ഒരു വിഷണറിയായിട്ട് പ്രവർത്തിക്കുന്ന ഇ ശ്രീധരനോട് ചോദിക്കുക, അദ്ദേഹം ദിവസവും ഗീത വായിക്കാറുണ്ടോ എന്ന്. രാവിലെ എഴുന്നേറ്റ് ആദ്യം എന്താ ചെയ്യുക എന്ന് ചോദിച്ചു നോക്കൂ. അപ്പോൾ അതുപോലെ ജീവിത വിജയം നേടിയിട്ടുള്ള അനേക വ്യക്തികളുടെ പ്രചോദനം എന്ന് പറയുന്നത് തന്നെ ശ്രീമദ് ഭഗവത്ഗീതയാണ്. ആ ഭഗവത്ഗീത എല്ലാ ഗൃഹങ്ങളിലും ഓരോ വ്യക്തികൾക്കും അവരവരുടെ ബാഗിലോ പോക്കറ്റിലോ അഭിമാനമായി, അഹങ്കാരമായി കൂടെ ഉണ്ടാവണം. ഗീത കൊണ്ടു നടക്കുന്നതിന് യാതൊരു നാണക്കേടും ഇല്ലാതെ അഭിമാനത്തോടുകൂടി പറയണം, ഞാനൊരു ഗീതാ വിദ്യാർത്ഥിയാണ്, ഞാനൊരു ഗീതാ ആരാധകനാണ്, ഞാനൊരു ഗീതാ ഫോളോവറാണ് എന്ന് അഭിമാനത്തോടുകൂടി പറയുന്ന തലമുറകൾ ഉണ്ടാവട്ടെ. നമ്മുടെ കുടുംബങ്ങളൊക്കെ അങ്ങനെ പറയാറാവട്ടെ. ഗീത എനിക്കറിയില്ല എന്ന് ആരും പറയാൻ ഇടയുണ്ടാവാതിരിക്കട്ടെ. അപ്പോൾ എല്ലാ ഗൃഹങ്ങളിലും വേണമെന്ന് പറയുക. അപ്പോൾ നമ്മൾ വായിക്കുമ്പോൾ നിങ്ങളൊക്കെ ഒപ്പം ഫോളോ ചെയ്യണം. നാരായണ. ഗീതാധ്യാനം ആരംഭിക്കാം. ഓം ശ്രീ ഗണേശായ നമഃ. ഓം ശ്രീ സരസ്വത്യൈ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ വേദവ്യാസായ നമഃ. ഓം ശ്രീ ആദിശങ്കര ഭഗവത്പാദായ നമഃ. ഓം ശ്രീ ചിന്മയാനന്ദ സദ്ഗുരവേ നമഃ. ഓം ശ്രീ ദയാനന്ദ സദ്ഗുരവേ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണ. ഓം പാർത്ഥായ പ്രതിബോധിതാം ഭഗവതാ നാരായണേന സ്വയം വ്യാസേന ഗ്രഥിതാം പുരാണമുനിനാ മധ്യേ മഹാഭാരതം അദ്വൈതാമൃതവർഷിണീം ഭഗവതീം അഷ്ടാദശാധ്യായിനീം അംബ ത്വാം അനുസന്ദധാമി ഭഗവദ്ഗീതേ ഭവദ്വേഷിണീ. നമോസ്തു തേ വ്യാസ വിശാലബുദ്ധേ ഭുല്ലാരവിന്ദായത പത്രനേത്ര യേന ത്വയാ ഭാരതതൈലപൂർണഃ പ്രജ്വാലിതോ ജ്ഞാനമയഃ പ്രദീപഃ. പ്രപന്നപാരിജാതായ സ്തോത്രവേത്രൈകപാണയേ ജ്ഞാനമുദ്രായ കൃഷ്ണായ
ഗീതാമൃതദുഹേ നമഃ. സർവോപനിഷദോ ഗാവോ ദുഗ്ധാ ഗോപാലനന്ദനഃ. പാർത്ഥോ വത്സസുധീർഭോക്താ ദുഗ്ധം ഗീതാമൃതം മഹത്. വസുദേവസുതം ദേവം കംസചാണൂരമർദ്ദനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരും. ഭീഷ്മദ്രോണതടാ ജയദ്രഥജലാ ഗാന്ധാരനീലോപലാ ശല്യഗ്രാഹവതീ കൃപേണ വഹനി കർണേന വേലാകുലാ. അശ്വത്ഥാമവികർണഘോരമകരാ ദുര്യോധനാവർത്തിനി സോത്തീർണാ ഖലു പാണ്ഡവൈരണനദീ കൈവർത്തക കേശവഃ. പാരാശര്യവചഃ സരോജമമലം ഗീതാർത്ഥഗന്ധോത്കടം നാനാഖ്യാനകേസരം ഹരികഥാ സംബോധനാബോധിതം. ലോകേ സജ്ജന ഷട്പദൈർ അഹരഹർ പേബീയമാനം മുദാ ഭൂയാത് ഭാരത പങ്കജം കലിമല പ്രധ്വംസി ന ശ്രേയസേ. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈः സാംഗപദക്രമോപനിഷദൈः ഗായന്തി യം സാമഗാഃ. ധ്യാനാവസ്ഥിത തദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃ സുരാസുരഗണാഃ ദേവായ തസ്മൈ നമഃ. യസ്യാന്തം ന വിദുഃ സുരാസുരഗണാഃ ദേവായ തസ്മൈ നമഃ. യസ്യാന്തം ന വിദുഃ സുരാസുരഗണാഃ ദേവായ തസ്മൈ നമഃ. ഓം. നാരായണ. ഇന്ന് സമ്പ്രദായ പ്രകാരമുള്ള ഗീതാധ്യാനം ആണ് നമ്മളിപ്പോൾ ചൊല്ലിയത്. അതിൽ ഒന്നാമത്തെ ശ്ലോകം തന്നെ ഗീതയെ പരിചയപ്പെടുത്തുന്ന ഒരു വന്ദന ശ്ലോകമാണ്. ശ്രീമദ് ഭഗവത്ഗീതയെ വന്ദിക്കുന്ന, വണങ്ങുന്ന ഗീതാധ്യാനം എന്ന് പറയാവുന്ന ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു ശ്ലോകമാണത്. ബാക്കിയുള്ള ശ്ലോകങ്ങളൊക്കെ ഗീതാകർത്താവായ വേദവ്യാസ ഋഷിയെയും അതുപോലെ ഗീതാചാര്യനായ ജഗദ്ഗുരുവായ ശ്രീകൃഷ്ണ ഭഗവാനെയും അതുപോലെ മഹാഭാരതത്തെയും മഹാഭാരതത്തിൽ ഭഗവത്ഗീതയുടെ സ്ഥാനത്തെയും എല്ലാം പറയുന്നതായിട്ടുള്ള ശ്ലോകങ്ങളാണ്. ഈ ഒന്നാമത്തെ ശ്ലോകം ഭഗവത്ഗീതയെ തന്നെ അമ്മയായി വണങ്ങുകയാണ്. ശരിയാണ്, അമ്മ തന്നെയാണ്. മഹാത്മാഗാന്ധി എപ്പോഴും പറയാറുള്ളതാണ്, എനിക്ക് എൻ്റെ അമ്മ മരിച്ച ശേഷം ഒരമ്മയെ കിട്ടി, എൻ്റെ അമ്മ ഭഗവത്ഗീതയാണ് എന്ന് നമ്മുടെ രാഷ്ട്രത്തിൻ്റെ ഏറ്റവും ബഹുമാന്യനായ ആദരണീയനായ രാഷ്ട്രപിതാവെന്ന് അറിയപ്പെടുന്ന മഹാത്മജി എന്നും അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഗീത കൊണ്ടു നടന്നിരുന്നു. അദ്ദേഹത്തിന് സ്വാതന്ത്ര്യ സമരത്തിലുള്ള എല്ലാ ഇൻസ്പിറേഷനും ആ ഭഗവത്ഗീതയിൽ നിന്നായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു അമ്മയായിരുന്നു ഭഗവത്ഗീത. അതുപോലെ നമുക്ക് ഓരോരുത്തർക്കും അമ്മ തന്നെയാണ്. കാരണം ശ്രുതിയെ തന്നെ, വേദത്തെ തന്നെ നമ്മൾ അമ്മ എന്നാണ് വിളിക്കുന്നത്.
അമ്മ മക്കളെ കൈപിടിച്ച് നന്മയിലേക്ക് നടത്തും പോലെ, അമ്മ മക്കളെ രക്ഷിക്കും പോലെ, അമ്മ മക്കളെ പോഷിപ്പിക്കും പോലെ, ധർമാർത്ഥ കാമമോക്ഷങ്ങളാകുന്ന 4 പുരുഷാർത്ഥങ്ങളെയും മക്കൾക്ക് നേടിത്തരുന്നതായിട്ടുള്ള ആ ഉപദേശങ്ങളെ നൽകുന്നതായിട്ടുള്ള ശ്രുതി മാതാവ്, വേദമാതാവ്, ആ മാതാവിൻ്റെ ഒരു തനി പകർപ്പ് തന്നെയാണ് ഈ ശ്രീമദ് ഭഗവത്ഗീത എന്ന മാതാവും. വേദത്തിൻ്റെ സാരമാണ് ശ്രീമദ് ഭഗവത്ഗീത. അപ്പോൾ വേദമാതാവും ഗീതാമാതാവും തമ്മിൽ ഒട്ടും ഭേദമില്ല, അഭേദമായിട്ട് തന്നെ നമുക്ക് കാണണം. പെറ്റമ്മയും പോറ്റമ്മയും എന്ന് പറയും പോലെ തന്നെ പെറ്റമ്മ ശ്രുതി മാതാവാണെങ്കിൽ പോറ്റമ്മയാണ് ശ്രീമദ് ഭഗവത്ഗീത മാതാവ്. അപ്പോൾ ആ ഗീതയെ അംബ എന്ന് വിളിച്ചുകൊണ്ടാണ് അനുസന്ധതാമി, ഹേ അംബ, അല്ലയോ അമ്മേ, അനുസന്ധതാമി, ത്വാം അനുസന്ധതാമി, നിന്നെ ഞങ്ങൾ എന്നും അനുസന്ധാനം ചെയ്യുന്നു. അനുസന്ധാനം എന്ന് പറഞ്ഞാൽ എപ്പോഴും സ്മരിക്കുന്നു, എപ്പോഴും ധ്യാനിക്കുന്നു, എപ്പോഴും ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്നു എന്നാണ്. അനുസന്ധാനം എന്ന് പറഞ്ഞാൽ അനു എന്നത് കണ്ടിന്യൂയിറ്റിയെ സൂചിപ്പിക്കുന്ന പദമാണ്, നൈരന്തര്യത്തെ സൂചിപ്പിക്കുന്ന പദമാണ് അനു എന്നുള്ളത്. ദാറ്റ് വിച്ച് കണ്ടിന്യൂസ്, ദാറ്റ് വിച്ച് ഫോളോസ്, ദാറ്റ് വിച്ച് സക്സീഡ്സ് എന്നൊക്കെ അർത്ഥമാണ് അനു എന്നുള്ളതായിട്ടുള്ള ഉപസർഗത്തിന്. അപ്പോൾ അനുസന്ധാനം, സന്ധാനം എന്ന് പറഞ്ഞാൽ ചേർത്ത് വെക്കലാണ്, സന്ധി ചെയ്യലാണ് സന്ധാനം. എവിടെ ചേർത്ത് വെക്കണു? ഹൃദയത്തോട് ചേർത്ത് വെക്കണു. അപ്പൊ അമ്മേ, അംബ, ത്വാം, നിന്നെ, അനുസന്ധതാമി, ഞങ്ങൾ എപ്പോഴും, അല്ലെങ്കിൽ ഞാൻ എന്നാണ്, സന്തതാമി എന്നത് ഏകവചന ക്രിയയാണ്. ഞാൻ എപ്പോഴും എൻ്റെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്നു. എപ്പോഴും അമ്മ എൻ്റെ ഹൃദയത്തിലുണ്ട്. എപ്പോഴും അമ്മയെ വിചാരിച്ചു കൊണ്ട് തന്നെയാണ് എൻ്റെ ജീവിതം. അമ്മ പറഞ്ഞ വാക്കുകൾ ഓർത്തുകൊണ്ടാണ്, അമ്മ കാണിച്ച വഴിയിലൂടെയാണ് എൻ്റെ ജീവിതം എന്ന് നിത്യവും ഗീത പഠിച്ചു കഴിഞ്ഞാലും ആ ഗീതയുടെ താല്പര്യങ്ങളെല്ലാം വേണ്ട രീതിയിൽ ഉള്ളിലാക്കി കഴിഞ്ഞാലും, സ്വായത്തമാക്കി കഴിഞ്ഞാലും എപ്പോഴും ഇത് ചൊല്ലണം ഒരു മന്ത്രമായിട്ട്. അമ്മേ, അമ്മയെ ഞങ്ങൾ മറക്കുന്നില്ല, അമ്മയെ ഞങ്ങൾ എന്നും ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്നു. അമ്മയുടെ എല്ലാ ഉപദേശങ്ങളും, അമ്മ കാണിച്ച വഴികളെല്ലാം ഓർമ്മയുണ്ട്, ആ ഓർമ്മയോടെ ജീവിക്കുന്നു എന്ന് ഒരു ദിവസവും ചൊല്ലേണ്ട ഒരു പ്രതിജ്ഞയാണിത്. ദിവസവും ചൊല്ലേണ്ട ഒരു പ്രാർത്ഥനയാണ് അനുസന്ധതാമി, ഞാൻ അനുസന്ധാനം ചെയ്യുന്നു അമ്മയെ. അപ്പം ആരാണ് ഇവിടുത്തെ അമ്മ? ഭഗവത്ഗീതേ എന്നെടുത്ത് പറയുന്നുണ്ട്. ഭഗവത്ഗീതേ സംബോധനയാണ്. അല്ലയോ ഭഗവത്ഗീതേ അംബ, ത്വാം അനുസന്ധതാമി എന്നാണ് ഇവിടുത്തെ വിഷയം. അപ്പോൾ ഈ ഭഗവത്ഗീതയെ ത്വാം എന്ന് വിളിച്ചുള്ളൂ. ത്വാം എന്ന് പറഞ്ഞു, നിന്നെ എന്ന് പറഞ്ഞു. ആ നിന്നെ എന്ന് പറഞ്ഞ അതിനെ വിശേഷിപ്പിക്കുന്ന പദങ്ങളാണ് ബാക്കിയൊക്കെ. എന്തൊക്കെയാണ് അതിനുള്ള വിശേഷണം? പാർത്ഥായ പ്രതിബോധിതാം ഭഗവതാ നാരായണേന സ്വയം, അത് ഒന്നാമത്തെ വിശേഷണം. വ്യാസേന ഗ്രഥിതാം പുരാണമുനിന മധ്യേ മഹാഭാരതം, അത് രണ്ടാമത്തെ വിശേഷണം. അദ്വൈതാമൃതവർഷിണീം മൂന്നാമത്തെ വിശേഷണം. ഭഗവതീം നാലാമത്തെ വിശേഷണം. അഷ്ടാദശാധ്യായിനീം അഞ്ചാമത്തെ വിശേഷണം. ഭവദ്വേഷിണീം ആറാമത്തെ വിശേഷണം. അങ്ങനെ 6 വിശേഷണങ്ങളോടുകൂടി ത്വാം എന്ന് പറഞ്ഞു. നിന്നെ, അല്ലയോ അമ്മേ ഭഗവത്ഗീതയെ ഞങ്ങൾ എപ്പോഴും ഓർക്കുന്നു, എപ്പോഴും ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്നു, ഞങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടവളാകുന്നു അമ്മ എന്ന്. അപ്പോൾ എന്തൊക്കെയാണ് ആ 6 വിശേഷണങ്ങൾ ഭഗവത്ഗീതയ്ക്ക് ഇവിടെ വർണ്ണിച്ചത്? ഓം എന്നുള്ളത് ഈശ്വര സ്മരണയുടെ പ്രതീകമാണ്. ഈശ്വരനെക്കുറിച്ച് ഏറ്റവും ചുരുക്കത്തിൽ എങ്ങനെ വിളിക്കാമെന്നാണെങ്കിൽ ഓം എന്ന് പറഞ്ഞാൽ അതിലെല്ലാം ഒതുങ്ങി. അങ്ങനെ ആ പരബ്രഹ്മവാചകമായിരിക്കുന്ന ഓംകാരം ചൊല്ലിക്കൊണ്ട് ആരംഭിക്കുന്നു. ഓം എന്ന് ഈശ്വര സ്മരണയോടുകൂടി ആരംഭിക്കുന്നു മംഗളം.
പാർത്ഥായ പ്രതിബോധിതാം. ഭഗവത്ഗീത ആർക്കായിക്കൊണ്ട് പറഞ്ഞു കൊടുക്കപ്പെട്ടതാണ്? പാർത്ഥായ, പാർത്ഥനായിക്കൊണ്ട്, പ്രതിബോധിതാം. പ്രതിബോധിത എന്ന് പറഞ്ഞാൽ നേരെ നിന്ന് പറഞ്ഞു കൊടുത്തത്, പ്രത്യക്ഷമായി പറഞ്ഞു കൊടുത്തത്, പരോക്ഷമായി പറഞ്ഞു കൊടുത്തതല്ല. എവിടുന്നെങ്കിലും എന്തെങ്കിലും സൂചനകൾ കൊടുത്തതല്ല, കൊട്ടേഷൻ കൊടുത്തതല്ല, ഏതെങ്കിലും കോട്ടുകൾ ആരുടെയെങ്കിലും പറഞ്ഞതല്ല. സാക്ഷാൽ ഭഗവാനാൽ, ഇവിടെ പറയുന്നു സ്വയം നാരായണേന ഭഗവത നാരായണേന സ്വയം പാർത്ഥായ പ്രതിബോധിതാം. ഭഗവാൻ നാരായണനാൽ സ്വയം, താൻ തന്നെ, വേറൊരു ഏജന്റിനെ വെച്ച് പറഞ്ഞു കൊടുത്തതല്ല, ഒരു എഴുത്ത് കൊടുത്തയച്ചതല്ല, ഒരു പുസ്തകം കൊടുത്തയച്ചതല്ല, നേരെ നിന്നുകൊണ്ട് സാക്ഷാതായിട്ട് പ്രതിബോധിതാം എന്ന് പറഞ്ഞാൽ നേരിൽ നിന്ന് പറഞ്ഞു കൊടുത്തത് എന്നർത്ഥം. പ്രത്യക്ഷമായി ബോധ്യപ്പെടുത്തിയത്. അപ്പോൾ പാർത്ഥൻ എന്നാൽ നമുക്കൊക്കെ അറിയാം അർജുനൻ എന്നർത്ഥത്തിൽ. പൃഥ എന്നത് കുന്തിയുടെ പേരാണ്. ആ കുന്തിയുടെ പുത്രന്മാരൊക്കെ പാർത്ഥന്മാരാണ്. 6 പാർത്ഥന്മാരുണ്ട്, അല്ലെങ്കിൽ 4 പാർത്ഥന്മാരാണ് മുഖ്യന്മാർ. 6 പേരെ മൊത്തത്തിൽ പറയുമെങ്കിലും 5 പാണ്ഡവന്മാരും ഒരു കർണനും, അല്ലേ? അതിൽ കർണനും യുധിഷ്ഠിരനും ഭീമനും അർജുനനും പാർത്ഥന്മാരാണ്. നകുല സഹദേവന്മാർ മാദ്രേയന്മാരാണ്, മാദ്രിയുടെ മക്കളാണ്. എങ്കിലും പൃഥയാൽ വളർത്തപ്പെട്ടതുകൊണ്ട് വേണമെങ്കിൽ പാർത്ഥന്മാരെന്ന കൂട്ടത്തിൽ അവരെയും പെടുത്താം. അപ്പോൾ 6 പാർത്ഥന്മാർ. പക്ഷെ അതിൽ കർണന് മാത്രം താൻ പാർത്ഥനാണെന്ന് അറിയില്ല, പാവം. ബാക്കി 3 പേർക്ക് നല്ല നിശ്ചയമുണ്ട്, 2 പേരും സമ്മതിച്ചിട്ടുള്ള കാര്യവുമാണ്. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് പാർത്ഥൻ എന്ന ശബ്ദം കേട്ടാൽ എല്ലാവർക്കും ഉള്ളിൽ തെളിഞ്ഞു വരുന്ന രൂപം അർജുനൻ്റെയാണ്. മധ്യമ പാണ്ഡവനായിട്ടുള്ള അർജുനൻ്റേതാണ്. കാരണം ഈ പാണ്ഡവന്മാരിൽ വെച്ച് ഏറ്റവും യോഗ്യനായിട്ടുള്ള ആൾ, എല്ലാ ശ്രേഷ്ഠതകളും തികഞ്ഞ, എല്ലാവർക്കും ആരാധിക്കാൻ തക്കതായിട്ടുള്ള എല്ലാ ഗുണങ്ങളും തികഞ്ഞ, നന്മകളുടെ മുഴുവൻ, അതുപോലെ ശക്തിയുടെ, വീര്യത്തിൻ്റെ, പരാക്രമത്തിൻ്റെ, വിജയത്തിൻ്റെ, എല്ലാറ്റിൻ്റെയും പ്രതീകമായിട്ടുള്ള പുരുഷോത്തമനാണ് പാർത്ഥൻ. കാരണം ആ പാർത്ഥൻ വാസ്തവത്തിൽ ഭഗവാന്റെ തന്നെ ഒരു അവതാര അംശം കൂടിയാണ്, അല്ലേ? നരനാരായണന്മാരിൽ നാരായണൻ കൃഷ്ണനായി വന്നപ്പോൾ നരനാണ് പാർത്ഥനായിട്ട് വന്നത് എന്ന് നമുക്ക് കഥകൾ അറിയാം. അപ്പോൾ ആ ഒരു നന്മകളെല്ലാം തികഞ്ഞ പുരുഷോത്തമനായിട്ടുള്ള, എല്ലാവർക്കും ആരാധ്യനായിട്ടുള്ള ആ അർജുനനെയാണ് ഇവിടെ പാർത്ഥ ശബ്ദം കൊണ്ട് ഇവിടെ ഉദ്ദേശിച്ചത്. ആ പാർത്ഥനായിക്കൊണ്ട് നേരിട്ട് പറഞ്ഞു കൊടുക്കപ്പെട്ടു ഭഗവതാ നാരായണേന സ്വയം, ഭഗവാൻ നാരായണനാൽ സ്വയം, നേരിട്ട് തന്നെ എന്ന്. അപ്പൊ ആരാണ് ഈ ഭഗവാൻ? എന്താണ് ഭഗവാൻ? ആ ഭഗവാൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? നമ്മുടെ നാരായണീയം ക്ലാസ്സിൽ വരുന്നവർക്കൊക്കെ അറിയാം, അല്ലേ? നാരായണീയത്തിലെ പ്രഥമ ദശകത്തിൽ 10ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ എന്ന വാക്കിന്റെ നിർവചനം അവിടെ പറയുന്നുണ്ട്. ഐശ്വര്യം ശങ്കരാദീശ്വര വിനിയമനം വിശ്വതേജോഹരാണാം തേജസ്സംഹാരി വീര്യം വിമലമഭിയശോ നിസ്പൃഹൈശ്ചോപഗീതം അംഗാസംഗാ സദാ ശ്രീഹി അഖില വിദസി നക്വാപി തേ സംഗവാർത്ത തദ്വാദാകാരവാസിൻ മുരഹര ഭഗവൽ ശബ്ദമുഖ്യാശ്രയോസി. ഭഗവാൻ എന്ന ശബ്ദത്തിന് മുഖ്യ ആശ്രയഭൂതൻ ആരാണ്? സംശയമേ ഇല്ല, കൃഷ്ണസ്തു ഭഗവാൻ സ്വയം. ഭാഗവതം പ്രഖ്യാപിക്കുകയാണ്, കൃഷ്ണസ്തു ഭഗവാൻ സ്വയം. കൃഷ്ണൻ തന്നെയാണ് ഭഗവാൻ എന്നതിന് ഏറ്റവും യോഗ്യനായിട്ടുള്ള ആള്. ഭഗവാൻ എന്ന പദത്തിന് ഏറ്റവും അർഹനായിട്ടുള്ള ആള് കൃഷ്ണനാണ്. അതുതന്നെയാണ് മേൽപ്പത്തൂർ സ്ഥാപിക്കുന്നത്. ഐശ്വര്യം ശങ്കരാദീശ്വര വിനിയമനം. ശങ്കരൻ മുതലായ ഈശ്വരന്മാരെ പോലും നിയന്ത്രിക്കുന്നതായിട്ടുള്ള ഐശ്വര്യം, ഈശ്വരഭാവം, ലോകത്തെ മുഴുവൻ ഭരിക്കുവാനുള്ളതായിട്ടുള്ള സാമർഥ്യം,
ആ ഭരണ നൈപുണ്യമാണ് ഐശ്വര്യം. എല്ലാവരെയും നിയന്ത്രിക്കുവാനുള്ള സാമർഥ്യമാണ് ഐശ്വര്യം എന്ന് പറഞ്ഞാൽ. ഈശ്വരസ്യ ഭാവഃ ഐശ്വര്യം. എന്താ ആരാണ് ഈശ്വരൻ? ഈശ്വരൻ എന്ന് പറഞ്ഞാൽ ഈശനം ചെയ്യുന്നവരിൽ വരൻ. ഈശനം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഭരിക്കുക. ഭരണം ചെയ്യുന്നതിൽ, ഭരിക്കുന്നവരിൽ വെച്ച് ശ്രേഷ്ഠനെയാണ് ഭരണശ്രേഷ്ഠൻ, ഭരണ നിപുണൻ, സമർത്ഥനായിട്ടുള്ള ആളെയാണ് ഈശ്വരൻ എന്ന് പറയുക. അപ്പോൾ ഈ ലോകങ്ങളെ മുഴുവൻ ആട്ടിപ്പടയ്ക്കാൻ സാമർഥ്യമുള്ള ആളെയാണ് ഈശ്വരൻ എന്ന് പറയുക. അവരിൽ അനേക ഈശ്വരന്മാരുണ്ട്, അല്ലെങ്കിൽ അനേക ശക്തിയുള്ള ആളുകളുണ്ട്. അവരെയൊക്കെ നിയന്ത്രിക്കുന്ന, എല്ലാവർക്കും മുകളിൽ എല്ലാവരെയും മൂക്ക് കയറിട്ട് പിടിക്കുന്നതായിട്ടുള്ള ആളാണ് ഏറ്റവും യോഗ്യനായിട്ടുള്ള ഈശ്വരൻ. ഈശ്വരന്മാർക്കും ഈശ്വരൻ, ഭഗവാന്മാർക്കും ഭഗവാൻ, അങ്ങനെ എല്ലാവർക്കും ഭഗവാനാണ് ആര്? കൃഷ്ണനെന്ന് ഭാഗവതവും നാരായണീയവും നമുക്ക് സ്ഥാപിച്ചു തരുന്നു. അപ്പം അങ്ങനെ ഐശ്വര്യം, അതുപോലെ വീര്യം. വീര്യം എന്നാൽ ശക്തി, എന്തും ചെയ്യുവാനുള്ളതായിട്ടുള്ള ശക്തി. അതുപോലെ യശസ്, ഒരു കളങ്കവുമില്ലാത്ത, അല്ലെങ്കിൽ ഒരിക്കലും നശിക്കാത്തതായിട്ടുള്ള അനന്തമായിട്ടുള്ള നിർമ്മലമായിട്ടുള്ള യശസ്സിന് ഉടമസ്ഥനായിരിക്കുക. മൂഢന്മാർ ചിലപ്പോൾ കുറ്റപ്പെടുത്തിയെന്ന് വരും ഭഗവാനെ, അത് അറിവില്ലായ്മ കൊണ്ടാണ്. അതുകൊണ്ട് ഭഗവാന്റെ യശസ്സിന് യാതൊരു കളങ്കവും ഒരു കാലത്തും ഉണ്ടാവാൻ പോകുന്നില്ല. ഈ മൂഢന്മാരുടെ വാക്കുകളൊക്കെ കാലം തള്ളിക്കളയും. ഭഗവാന്റെ യശസ് അവിടെ പിന്നെയും നിലനിൽക്കും, ശോഭിക്കും. കാലാകാലങ്ങളായി മൂഢന്മാർ പലരും ഭഗവാനെ ചീത്ത വിളിച്ചോണ്ടേ ഇരിക്കുന്നുണ്ട്. പക്ഷെ ഭഗവാന്റെ യശസ്സിന് യാതൊരു കറയും ഇന്ന് വരെ പറ്റിയിട്ടില്ല. അങ്ങനെയുള്ള നിർമ്മലമായ യശസ്, എല്ലാവരാലും സ്തുതിക്കപ്പെടുന്നതായിട്ടുള്ള യശസ്, നിസ്പൃഹൈശ്ചോപഗീതം, നിസ്പൃഹന്മാരാൽ പോലും ഗാനം ചെയ്യപ്പെടുന്ന, ഒന്നും പ്രതീക്ഷിക്കാത്ത നിസ്സംഗന്മാരായിട്ടുള്ള സന്യാസിമാരാൽ, ഋഷീശ്വരന്മാരാൽ ഗാനം ചെയ്യപ്പെടുന്നതായിട്ടുള്ള യശസ്. അതുപോലെ ശ്രീ ലക്ഷ്മീദേവി, അല്ലെങ്കിൽ സമ്പത്ത്, എല്ലാ നന്മകളും എപ്പോഴും ഭഗവാന്റെ കൂടെ. കാരണം ലക്ഷ്മീദേവി തന്നെ ഭഗവാന്റെ മാറത്താണ് എപ്പോഴും ഇരിക്കുന്നത്. അംഗാ സംഗാ സദാ ശ്രീഹി അഖിലവിദസി, സർവജ്ഞനാകുന്നു അങ്ങ്. ഭഗവാൻ എല്ലാം അറിയുന്നവനാകുന്നു. ഭഗവാൻ അറിയാതെ ഇവിടെ ഒന്നുമില്ല. കാരണം എല്ലാറ്റിനെയും നിർമ്മിക്കുന്നതും നിയന്ത്രിക്കുന്നതും ആ സർവജ്ഞൻ തന്നെയാണ്. എല്ലാം അറിയുന്നത് കൊണ്ടാണ് അത് സാധിക്കുന്നത്. എല്ലാം അറിഞ്ഞതുകൊണ്ടാണ് അവൻ എല്ലാം ഉണ്ടാക്കിയത്, എല്ലാറ്റിനെയും മെയിൻറ്റെയിൻ ചെയ്യുന്നതും. അപ്പോൾ എല്ലാറ്റിനെയും മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ എല്ലാം അറിയുന്നവനാണവൻ. അങ്ങനെ അഖിലവിദസി, സർവജ്ഞനായിരിക്കുന്നവനും. നക്വാപിതേ സംഘവാർത്ത, ഒരു വിഷയത്തിലും ഒരു കാര്യത്തിലും ഒരു സംഘവുമില്ലാത്ത നിസ്സംഗനായിരിക്കുന്ന, നിസ്പൃഹനായിരിക്കുന്ന ആ ഭഗവാൻ വൈരാഗ്യത്തിൻ്റെ മൂർത്തിയാണ്. ഒന്നിനോടും ഡിപ്പെൻഡൻസി ഇല്ല, ഒന്നിനെയും തൻ്റെ സുഖത്തിന് വേണ്ടി ആശ്രയിക്കുന്നില്ല. അങ്ങനെ പൂർണ്ണ സ്വതന്ത്രനാണ് ഭഗവാൻ. അങ്ങനെയുള്ള വൈരാഗ്യം എന്ന ലക്ഷണവും പരിപൂർണമായിരിക്കുന്നവനും. അതുകൊണ്ട് തന്നെ 6 ലക്ഷണങ്ങൾ, ഭഗങ്ങൾ എന്നറിയപ്പെടുന്ന ഐശ്വര്യം, വീര്യം, യശസ്, ശ്രീ, ജ്ഞാനം, വൈരാഗ്യം, ഈ 6 ഗുണങ്ങളെയാണ്, ഈ 6 കാര്യങ്ങളെയാണ് ഭഗങ്ങൾ എന്നറിയപ്പെടുന്നത്. ഇത് പരിപൂർണമായിട്ടുള്ള ആളാണ് ഭഗവാൻ. ആ ഭഗവാന്റെ സർവജ്ഞതയെ ഭഗവാൻ ആറ്റിക്കുറുക്കി ലോകത്തിന് നൽകിയതാണ് ശ്രീമദ് ഭഗവത്ഗീത. അർജുനനിലൂടെ ലോകത്തിന് തന്നതാണ് ഈ ഭഗവത്ഗീത. അപ്പോൾ ഭഗവാൻ സർവജ്ഞനാണ്. ആ സർവജ്ഞൻ്റെ ജ്ഞാനത്തിൻ്റെ ആറ്റിക്കുറുക്കിയ വെണ്ണയാണ് ശ്രീമദ് ഭഗവത്ഗീത. അപ്പോൾ അത് ഭഗവത്ഗീത നമ്മളും ഉൾക്കൊണ്ടാൽ തീർച്ചയായിട്ടും ആ ഭഗവാൻ ഏത് ജ്ഞാനം കൊണ്ടാണോ തൻ്റെ ലീലകളൊക്കെ ചെയ്തത്, ഈ പ്രപഞ്ച സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ ഭഗവാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്, ആ അറിവ് നമുക്കും പകർന്നു തരികയാണ് ഭഗവാൻ, കാരുണ്യമൂർത്തി. അപ്പം നമുക്കും സർവജ്ഞരായിരിക്കാം. സർവജ്ഞരായിരിക്കാനുള്ള വഴിയാണ് ശ്രീമദ് ഭഗവത്ഗീത. ആ ഭഗവത്ഗീതയെ വേണ്ട രീതിയിൽ നമ്മൾ പഠിക്കേണ്ട രീതിയിൽ പഠിച്ചാൽ തീർച്ചയായിട്ടും ആ ഭഗവാൻ ഏത് തലത്തിലാണ് എല്ലാം കാണുന്നത്, ആ തലത്തിലേക്ക് നമ്മളെയും ഉയർത്തുമത്.
ഭഗവാൻ തന്നെ ഇനി ഗീതാ മാഹാത്മ്യം എന്ന് പറയുന്നതായിട്ടുള്ള പത്മപുരാണത്തിൽ ഭഗവാൻ ഭൂമിദേവിക്ക് ഉപദേശിച്ചു കൊടുക്കുന്നതാണ് ഗീതാ മാഹാത്മ്യം. അതിൽ തന്നെ ഭഗവാൻ പറയുന്നുണ്ട്, ഈ ഗീതാജ്ഞാനത്തെ ആശ്രയിച്ചുകൊണ്ടാണ് ഞാൻ 3 ലോകങ്ങളെയും പരിപാലിക്കുന്നത് എന്ന്. ഗീതാജ്ഞാനമുപാശ്രിത്യ 3 ലോകാൻ പാലയാമ്യഹം. ഗീതാമാഹാത്മ്യത്തിൽ ഭഗവാൻ ഭൂമിദേവിയോട് പറയുക, ഗീതാജ്ഞാനമുപാശ്രിത്യ, ഈ ഗീതയിലുള്ള ജ്ഞാനത്തെ സ്വീകരിച്ചുകൊണ്ടാണ്, ആശ്രയിച്ചുകൊണ്ടാണ് 3 ലോകങ്ങളെയും ഞാൻ പരിപാലിക്കുന്നത് എന്ന്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഗീതാജ്ഞാനം വേണ്ട രീതിയിൽ നമ്മളും ഉൾക്കൊണ്ടാൽ 3 ലോകങ്ങളും പരിപാലിക്കാനുള്ളതായിട്ടുള്ള പക്വത, അറിവ്, ആ വീക്ഷണം, ആ ദർശനം അത് നമുക്കുണ്ടാവും. സർവജ്ഞനായിട്ടുള്ള ഭഗവാന്റെ അറിവ് നമുക്ക് പകർന്നു തരികയാണ്. അതാണ് ശ്രീമദ് ഭഗവത്ഗീത. അപ്പോൾ സ്വയം ഭഗവതാ നാരായണേന, ഭഗവാൻ നാരായണൻ തന്നെയാണ് ആ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ കാരണഭൂതൻ എന്നാണ് നാരായണ ശബ്ദം കൊണ്ട് അർത്ഥം. ആ കാരണഭൂതനായ നാരായണൻ തന്നെയാണ് കൃഷ്ണരൂപത്തിൽ പാർത്ഥസാരഥിയായി അർജുനന്റെ രഥം നയിച്ചുകൊണ്ട്, അർജുനന് വിഷാദമുണ്ടായപ്പോൾ അർജുനന് നേരായ വഴി കാണിച്ചുകൊണ്ട്, അർജുനന്റെ രഥം മാത്രമല്ല അർജുനന്റെ മനസ്സിനെയും നേരായ വഴിക്ക് നയിച്ചുകൊണ്ട്, അർജുനന്റെ ബുദ്ധിയെയും നേരായ വഴിക്ക് നയിച്ചുകൊണ്ട്, അതിന് അർജുനനെ നിമിത്തമാക്കിക്കൊണ്ട് ലോകങ്ങളെ മുഴുവൻ നേരായ വഴിക്ക് നയിക്കാൻ ഭഗവാൻ ഉപദേശിച്ചതാണ് ഈ ശ്രീമദ് ഭഗവത്ഗീത. പാർത്ഥായ പ്രതിബോധിതാം, അർജുനനായിക്കൊണ്ട് നേരിട്ട് ഭഗവാനാൽ പറയപ്പെട്ടത്. അപ്പോൾ ഇങ്ങനെ ആ ഗീതയുടെ മാഹാത്മ്യം ഒരു വാചകം തന്നെ മതി നമുക്ക് എത്ര വേണമെങ്കിൽ പറയാനായിക്കൊണ്ട്. എന്താണ് ഗീത? ആ ഭഗവാൻ സർവജ്ഞന്റെ, ഭഗവാന്റെ, നാരായണന്റെ സർവജ്ഞതയുടെ ഒരു അനുവാദമാണ്. നമുക്ക് വേണ്ടി ആറ്റിക്കുറുക്കി വെണ്ണയാക്കി നമുക്ക് നൽകിയതായിട്ടുള്ള അറിവാണ് ശ്രീമദ് ഭഗവത്ഗീത. നമ്മളൊക്കെ പാർത്ഥന്മാരാണ് ഒരു കണക്കിന്. അർജുനൻ മാത്രമല്ല പാർത്ഥൻ, പൃഥ്വിയിൽ ജനിച്ചവരെല്ലാവരും പാർത്ഥന്മാരാണ്. പൃഥ്വീപുത്രന്മാരാണ് നമ്മളൊക്കെ, അല്ലേ? പൃഥാപുത്രനെ പാർത്ഥൻ എന്ന് വിളിക്കാമെങ്കിൽ പൃഥ്വീപുത്രന്മാരെയും പാർത്ഥൻ എന്ന് വിളിക്കാം. അപ്പൊ നമ്മളൊക്കെ പൃഥ്വിയുടെ പൃഥ്വ്യാഹ പുത്രഹ വയം, പുത്രാഹ വയം. ആ പൃഥ്വിയുടെ പുത്രന്മാരായിട്ടുള്ള നമ്മൾ ഓരോരുത്തരും പാർത്ഥന്മാർ തന്നെയാണ്. ഇനി പാർത്ഥ ശബ്ദത്തിന് മറ്റൊരർത്ഥം ഏറ്റവും പരമമായതിനെ അർത്ഥിക്കുന്നവൻ, ഏറ്റവും ശ്രേഷ്ഠമായതിനെ അർത്ഥിക്കുന്നവൻ, നല്ലത് ആഗ്രഹിക്കുന്നവൻ, പരമമായ പുരുഷാർത്ഥം നേടാൻ ആഗ്രഹിക്കുന്നവൻ എന്നൊക്കെ അർത്ഥമുണ്ട്. അപ്പം നമുക്കും വേണ്ടേ പരമമായിട്ടുള്ള പുരുഷാർത്ഥം? നമുക്കും വേണ്ടേ സ്വാതന്ത്ര്യം? നമുക്കും വേണ്ടേ ജീവിത വിജയം? അങ്ങനെയാണെങ്കിൽ നമ്മൾ ഓരോരുത്തരും പാർത്ഥന്മാർ തന്നെയാണ്. അപ്പോൾ പാർത്ഥന്മാരായ നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി പ്രതാപുത്രനായ അർജുനനെ നിമിത്തമാക്കിക്കൊണ്ട് ഭഗവാൻ നാരായണൻ തന്നെ ലോകത്തിന് ഉപദേശിച്ചതായിട്ടുള്ള ജ്ഞാനമാണ് ശ്രീമദ് ഭഗവത്ഗീത. അപ്പം സ്വയം ഭഗവതാ നാരായണേന പാർത്ഥായ പ്രതിബോധിതാം പുരാണമുനിന വ്യാസേന മധ്യേ മഹാഭാരതം ഗ്രഥിതാം. വ്യാസേന ഗ്രഥിതാം, വ്യാസനാൽ കെട്ടിവെക്കപ്പെട്ടത്, എഴുതി ചേർക്കപ്പെട്ടത്. ഭഗവാൻ പറഞ്ഞു, വ്യാസൻ അതിനെ ലിഖിത രൂപത്തിലാക്കി, ഗ്രന്ഥരൂപത്തിലാക്കി എഴുതി വച്ചു. എവിടെ? മഹാഭാരതത്തിൻ്റെ മധ്യത്തിൽ. മധ്യേ മഹാഭാരതം. മഹാഭാരതം എന്ന മഹത്തായ ആ ഇതിഹാസത്തിൻ്റെ 6ാമത്തെ പർവമാണ് ഭീഷ്മപർവം. 18 പർവങ്ങളിൽ ആദ്യത്തെ 5 പർവങ്ങൾ കഴിഞ്ഞ് 6ാമത്തെ പർവമായ ഭീഷ്മപർവത്തിലാണ് ശ്രീമദ് ഭഗവത്ഗീത വരുന്നത്. ഭീഷ്മപർവത്തിൽ 25 മുതൽ 42 വരെയുള്ളതായിട്ടുള്ള ഉപപർവങ്ങളാണ്, അഥവാ അധ്യായങ്ങളാണ്. ഭഗവത്ഗീതാ പർവം എന്ന് അവിടെ ഒരു ഭാഗമുണ്ട്. ആ ഭഗവത്ഗീതാ പർവത്തിലാണ് ഈ ഭാഗം വരുന്നത്. 25 മുതൽ 42 വരെ
അപ്പോൾ 25 to 42 18 അധ്യായങ്ങളെ നമ്മൾ ഇങ്ങോട്ട് അടർത്തിയെടുത്തിട്ടാണ് 1 മുതൽ 18 വരെ ആക്കിയിട്ട് നമ്മൾ പറയുന്നത്. മഹാഭാരതത്തിൽ എടുത്തു നോക്കിയാൽ ഭീഷ്മപർവത്തിൽ ഭഗവത്ഗീത എന്ന ഉപപർവത്തിൽ ഭഗവത്ഗീതാ പർവത്തിൽ 25 മുതൽ 42 വരെയുള്ളതായിട്ടുള്ള ഭാഗമാണ്. 42 വരെയുള്ള ഉപപർവങ്ങൾ അല്ലെങ്കിൽ അധ്യായങ്ങളാണ് ശ്രീമദ് ഭഗവത്ഗീത. അപ്പോൾ മധ്യേ മഹാഭാരതം. അതിനെന്താ കാരണം? മഹാഭാരതത്തിൻ്റെ മധ്യത്തിൽ ഭഗവാൻ ഗീത പറയാൻ കാരണം എന്താണ്? അതൊക്കെ നമുക്ക് കാണാം. ഏറ്റവും ഉചിതമായ രംഗം ഭഗവാൻ തിരഞ്ഞെടുത്തിരിക്കുകയാണ് ലോകത്തിന് എല്ലാവർക്കും ആവശ്യമായിട്ടുള്ള ഉപദേശം കൊടുക്കാൻ. അല്ലാതെ ഗുഹയിലിരുന്നു കൊണ്ടോ ആശ്രമത്തിലിരുന്നു കൊണ്ടോ കൊടുത്ത ഉപദേശമല്ല. ശ്രീമദ് ഭാഗവതത്തിൽ ഭഗവാൻ ഉദ്ധവന് കൊടുത്തതായിട്ടുള്ള ഉപദേശം അത് രഹസ്യമായി കൊടുത്തതായിട്ടുള്ള ഉപദേശം, അല്ലെങ്കിൽ ഒരു വാനപ്രസ്ഥ സന്യാസഭാവത്തിൽ കൊടുത്തതായിട്ടുള്ള ഉപദേശമാണ്. ഇതുപോലെ സംഘർഷഭരിതമായിട്ടുള്ളൊരു യുദ്ധരംഗത്തല്ല കൊടുത്തത്. അപ്പോൾ ഇവിടെ ഈ മഹാഭാരത മധ്യത്തിൽ, ഈ യുദ്ധമധ്യത്തിൽ കുരുക്ഷേത്രത്തിൽ വെച്ച് ഈ ഗീത കൊടുത്തതിൻ്റെ മഹിമ അതെന്താണെന്ന് നമുക്ക് കാണാം. അതിനാണ് മഹാഭാരതം പശ്ചാത്തലം നമ്മൾ കണ്ടാലേ ഗീതയെ ശരിക്ക് വിലയിരുത്താൻ നമുക്ക് സാധിക്കുള്ളൂ. ഗീതയുടെ എന്താ പറയുക മഹത്വം ശരിക്കും നമ്മൾ ഉൾക്കൊള്ളണമെങ്കിൽ ആ പശ്ചാത്തലവും കൂടി ഒന്നുകൂടെ അറിയണം. അപ്പോൾ നമ്മുടെ പശ്ചാത്തലവുമായിട്ട് അതിനെ ഇണക്കി നമുക്ക് താരതമ്യം ചെയ്ത് നമുക്ക് എങ്ങനെയൊക്കെ അതിനെ ഉപയോഗിക്കാമെന്നും നമുക്ക് പഠിക്കാം. ഇപ്പോൾ ഭഗവത്ഗീത സന്യാസിമാർക്ക് കൊടുത്ത ഉപദേശമല്ല. ഭഗവത്ഗീത ജീവിത ആയോധനത്തിൻ്റെ മധ്യത്തിൽ നിൽക്കുന്നതായിട്ടുള്ള ഓരോ ഗൃഹസ്ഥന്മാർക്കും ബ്രഹ്മചാരിമാർക്കും എന്ന് പറഞ്ഞാൽ ജീവിതത്തിൻ്റെ പ്രാരംഭഘട്ടത്തിൽ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള വിഷയങ്ങളാണ് ശ്രീമദ് ഭഗവത്ഗീത. അല്ലാതെ റിട്ടയർമെൻറ്റിന് ശേഷം പഠിക്കേണ്ടതല്ല. റിട്ടയർമെൻറ്റിന് ശേഷം ഉദ്ധവ ഗീത പഠിക്കാം. എന്നുവെച്ചാൽ ഭഗവാൻ ഉദ്ധവന് കൊടുത്തതായിട്ടുള്ള ഉപദേശം വാനപ്രസ്ഥ സന്യാസിമാർക്ക് പറ്റിയ ഉപദേശമാണ്. ഭഗവത്ഗീത ഗൃഹസ്ഥാശ്രമികൾക്കുള്ള ഉപദേശമാണ്, ചെറുപ്പക്കാർക്കുള്ള ഉപദേശമാണ്, വയസ്സന്മാർക്കുള്ള ഉപദേശമല്ല ഭഗവത്ഗീത. വയസ്സന്മാർക്കുണ്ട്, ഇല്ല എന്നല്ല, വയസ്സന്മാർക്കുള്ള ബ്രഹ്മവിദ്യ ഇതിലുണ്ട്. പക്ഷെ അതിലെ പ്രായോഗിക പദ്ധതികളെല്ലാം യോഗശാസ്ത്രം എന്ന് പറയുന്നത് അർജുനനെ പോലെ അരോഗദൃഢഗാത്രന്മാരായ ചുറുചുറുക്കുള്ളതായിട്ടുള്ള ചെറുപ്പക്കാരുടെ പ്രതീകമായിട്ടുള്ള ആ അർജുനനെ നിമിത്തമാക്കിക്കൊണ്ട് കാട്ടിലേക്ക് സന്യസിച്ചു പോകാൻ ഭിക്ഷാടനമാണ് ശ്രേയസ് എന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ നോക്കി അർജുനനെ പിടിച്ചു നിർത്തി യുദ്ധം ചെയ്യിപ്പിച്ചതായിട്ടുള്ള ആ ഉപദേശമാണ് ശ്രീമദ് ഭഗവത്ഗീത. അപ്പോൾ അത് ആർക്കുള്ളതാണ്? അത് ഗൃഹസ്ഥന്മാർക്കുള്ളതാണ് ഗീത. സന്യാസിമാരേക്കാൾ ഗൃഹസ്ഥന്മാരാണ് ഗീത പഠിക്കേണ്ടത്, ചെറുപ്പക്കാരാണ് ഗീത പഠിക്കേണ്ടത്, ജീവിതം ആരംഭിക്കുന്നവരാണ് ഗീത പഠിക്കേണ്ടത്. ജീവിതം കഴിഞ്ഞിട്ട് പഠിക്കാനുള്ളതല്ല ഗീത. അപ്പം നിരാശപ്പെടേണ്ടി വരും. പരീക്ഷ കഴിഞ്ഞ് പുസ്തകം പഠിക്കുന്നത് പോലെയാണ് ജീവിതം കഴിഞ്ഞ് വയസ്സുകാലത്ത് ഗീത പഠിക്കുന്നത്. പരീക്ഷയ്ക്ക് മുമ്പെയാണ് പുസ്തകമൊക്കെ പഠിക്കേണ്ടത്, അല്ലേ കുട്ടികൾ? പഠിച്ച ശേഷം പരീക്ഷ. അതുപോലെ ജീവിതത്തിലേക്ക്, ജീവിതമാകുന്ന പരീക്ഷയിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് ശ്രീമദ് ഭഗവത്ഗീത ആദ്യം പഠിക്കണം. അപ്പോൾ അത് നമുക്ക് ഗീതയിലേക്ക് പ്രവേശിക്കുമ്പോൾ മനസ്സിലാവും. ഗീതയിൽ ആർക്കാണ് കൂടുതൽ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്, ആരാണ് ഗീത പഠിക്കാനുള്ള അധികാരി എന്ന് ചോദിക്കുമ്പോൾ ജീവിതം ആരംഭിക്കുന്ന ഓരോ ചെറുപ്പക്കാരനും ഗീത പഠിക്കാൻ അധികാരിയാണ്. ഓരോ ഗൃഹസ്ഥനും ഗീത അവശ്യം അറിഞ്ഞിരിക്കേണ്ടതാണ്. അല്ലാതെ സന്യാസിമാർക്കുള്ളതല്ല ഗീത. സന്യാസിമാർ ചൊല്ലിക്കോട്ടെ, പഠിച്ചോട്ടെ, നേരത്തെ പഠിച്ചതിൻ്റെ ഒരു അനുസന്ധാനം, എന്നിട്ട് അതിൽ അവർക്ക് വേണ്ടത് മാത്രം അവർ അതിലെ അനുസന്ധാനം ചെയ്യുന്നു. അർജുനൻ ഉപദേശിച്ച എല്ലാം സന്യാസിമാർക്ക് വേണ്ട. അർജുനൻ ഉപദേശിച്ചതെല്ലാം വേണ്ടവർ അത് ഗൃഹസ്ഥരായിട്ടുള്ള ആളുകളാണ്. അവർക്ക് വേണ്ടിയിട്ടാണ് ഗീത. അപ്പോൾ അതാണ് ഇവിടെ മധ്യേ മഹാഭാരതം എന്നുള്ളതിൻ്റെ പ്രസക്തി. കൂടുതൽ നമുക്ക് ഈ ധ്യാന ശ്ലോകത്തിൽ വെച്ച് തന്നെ നാളെ കാണാം. ഇന്ന് സമയം അതിക്രമിച്ചിരിക്കുന്നു.
ഇത്രയും നേരം ശ്രദ്ധയോടുകൂടിയിരുന്ന എല്ലാവരെയും ഗീതാമാതാവ് അനുഗ്രഹിക്കട്ടെ, പാർത്ഥസാരഥി അനുഗ്രഹിക്കട്ടെ, ഗുരുപരമ്പര അനുഗ്രഹിക്കട്ടെ. പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഇന്ന് തുടങ്ങി വെച്ചേ ഉള്ളൂ. ആമുഖമായിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഗീതയിലേക്ക് നമ്മൾ പ്രവേശിച്ചിട്ടേ ഇല്ല. ഗീതയിലേക്ക് പ്രവേശിക്കാൻ ഇനിയും ദിവസങ്ങളെടുക്കും. നമുക്ക് പതുക്കെ പോവാം. എന്തായാലും എല്ലാവർക്കും ശുഭരാത്രി ആശംസിക്കുന്നു. എല്ലാ നന്മകളും ആശംസിക്കുന്നു. നാളെ വീണ്ടും കാണാം. ഹരി ഓം. ഓം കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. നാരായണ. എല്ലാവർക്കും നമസ്കാരം.